ഇന്ന് രാത്രിയിൽ ദൈവവചനം ശുശ്രൂഷിക്കുന്നത്, ക്ലാസ് എടുക്കുന്നത് നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായ സഹോദരൻ ജെയിംസ് എം തോമസ് ആണ്. അദ്ദേഹത്തെ ഈ മീറ്റിങ്ങിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാൻ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. കാരണം ഒരു സുവിശേഷകൻ എന്നുള്ള നിലയിൽ മാത്രമല്ല, അദ്ദേഹം എൻ്റെ കസിൻ ബ്രദറാണ്, ഇളയ സഹോദരനാണ്. വളരെ വളരെ സന്തോഷത്തോടുകൂടെ പ്രിയപ്പെട്ടവനെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ ദൈവവചനം കേൾക്കാം. ഓവർ ടു ജെയിംസ് ബ്രദർ. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഇന്ന് രാത്രിയിലും മഹത്വപ്പെടുമാറാകട്ടെ. ക്രിസ്ത്യൻ ഫാമിലി ലൈഫ് എന്ന വിഷയത്തെ ആസ്പദമാക്കി നടക്കുന്ന ഏതാണ്ട് 10 ക്ലാസ്സുകളിൽ ഒരെണ്ണത്തിലാണ് ഇന്ന് രാത്രിയിൽ നമ്മൾ ഒരുമിച്ച് ഇങ്ങനെയായിരിക്കുന്നത്. ഇന്ന് രാത്രിയിൽ ദൈവ വചനത്തിലേക്ക് തിരിയുന്നതിന് മുൻപ് 1-2 വാക്കുകൾ പറയാതിരിക്കുവാൻ നിവൃത്തിയില്ല. കർത്താവിന്റെ ദാസൻ ബിജു ജോൺസൺ ജോർജച്ചാനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അദ്ദേഹം പറഞ്ഞതുപോലെ ആത്മീക ഭൗതിക ബന്ധം ഞങ്ങൾ തമ്മിലുണ്ട്. അത് അറിയാൻ വളരെ വൈകി എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ ദൈവദാസൻ സംഘടിപ്പിക്കുന്ന ഒരു സഹോദരൻ എന്ന നിലയിൽ കൂടെ അദ്ദേഹത്തോടൊപ്പം പങ്കെടുക്കുവാൻ കഴിയുന്നതിൽ തിരുനാമത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. തന്നെയുമല്ല, പ്രിയ ക്ലീറ്റസ് ബ്രദറിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾ ഒരു പ്രായമാണ്, താൻ നല്ലൊരു ഗായകനാണ്. ആ രീതിയിൽ ഇന്ന് രാത്രിയിൽ അദ്ദേഹത്തോടും ചേർന്ന് ലഭിച്ച സമയത്തിനായി തിരുനാമത്തെ സ്തുതിക്കുന്നു. തന്നെയുമല്ല, അദ്ദേഹത്തിന്റെ പിതാവും എൻ്റെ പിതാവും ഒക്കെ ദൈവദാസന്മാരായിരുന്നു എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഞാൻ ശ്രദ്ധിച്ചപ്പോൾ പ്രിയ ക്ലീറ്റസ് ബ്രദറിനെ കൂടാതെ പ്രിയ ജോൺലി ബ്രദറുമുണ്ട്, ചാൾസ് ജോൺ ഞങ്ങളുടെ മകൻ. അങ്ങനെ ഞങ്ങൾക്ക് 3 പേർക്കും ഒരുമിച്ച് ദൈവദാസന്മാരുടെ മക്കൾ എന്നുള്ള നിലയിൽ പലപ്പോഴും നിൽക്കുവാൻ കർത്താവ് കൃപ ചെയ്തിട്ടുണ്ട്. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. തന്നെയുമല്ല, ഒരുപാട് ദൈവദാസന്മാരുടെ സാന്നിധ്യം ഇന്ന് രാത്രിയിൽ എനിക്ക് ശ്രദ്ധിക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ബഹുമാനിക്കുന്ന, സ്നേഹിക്കുന്ന, ആദരിക്കുന്ന എൻ്റെ പിതാവിനോടൊക്കെ ഒത്തിരി ബന്ധമുള്ള ഒരുപാട് പേര് പല സംസ്ഥാനങ്ങളിൽ നിന്നായിട്ട് കയറിയിട്ടുണ്ട്. അവരെല്ലാവരെയും ഓർത്ത് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നു. നിങ്ങളോടുള്ള പ്രത്യേകമായ ആദരവ് ഞാൻ രേഖപ്പെടുത്തുന്നു. എൻ്റെ സ്ഥലം സഭ ഉൾപ്പെടെയുള്ള പല സ്ഥലം സഭകളിൽ നിന്ന് സഭാ ശുശ്രൂഷകന്മാരുണ്ട്, ദൈവജനമുണ്ട്. എല്ലാവർക്കും ദൈവനാമത്തിലുള്ള സ്നേഹം അറിയിക്കുവാൻ അതിയായി സന്തോഷിക്കുക. തുടർന്ന് കർത്താവ് എനിക്ക് നൽകിയ സമയപരിധിയിൽ നിന്നുകൊണ്ട് നാം ചിന്തിക്കുന്ന വിഷയത്തിലേക്ക്, നൽകപ്പെട്ട വിഷയത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുപോകുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. തുടർന്നുള്ള നിമിഷങ്ങളിൽ വളരെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ദ ഇൻഫ്ലുവൻസ് ഓഫ് ഗോഡ്ലി മദേഴ്സ്, ദൈവഭക്തരായ അമ്മമാരുടെ സ്വാധീനം എന്നുള്ളതാണ്. എന്നാൽ അമ്മമാരെ പറ്റി മാത്രമല്ല, അപ്പന്മാരെ പറ്റിയും ചില കാര്യങ്ങൾ നമ്മൾ പൊതുവിൽ പറഞ്ഞു പോകും. ഇതെല്ലാവർക്കും ബാധകമാണ്. കാരണം ഇന്ന് രാത്രിയിൽ അമ്മമാര് മാത്രമല്ല ഉള്ളത്. എന്നോട് ചിലർ ചോദിച്ച അമ്മമാര് മാത്രമേ ഉള്ളൂ. അല്ല, അപ്പന്മാരും ഉണ്ട്, കുടുംബങ്ങളുണ്ട്. എന്നാൽ അമ്മമാരിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ അല്പം കൂടെ നമ്മൾ അവരിലേക്ക് ഫോക്കസ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കറിയാം, ദൈവവചനത്തിലേക്ക് തിരിയുമ്പോൾ ദൈവഭക്തമാരായ അമ്മമാരുടെ സ്വാധീനം നമുക്ക് ഒരിക്കലും മറക്കാനായിട്ട് സാധിക്കുകയില്ല. നാം അറിയുന്നത് പോലെ ചരിത്രത്തിലും ദൈവവചനത്തിന്റെ ഏടുകളിലും അനേക അമ്മമാരെ, ദൈവഭക്തരായ അമ്മമാരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവരൊക്കെ അവരുടെ മക്കളുടെ ജീവിതങ്ങളിൽ അനേക ആത്മീക സ്വാധീനം നന്നായി തന്നെ ചെലുത്തിയിട്ടുള്ളവരാണ് എന്നുള്ളത് ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാവുന്ന വിഷയമാണ്. ആട്ടെ, എന്തിനാണ്
ഇത്തരത്തിലുള്ള ദൈവഭക്തരായ അമ്മമാരുടെ ചരിത്രം, ഞാൻ പറഞ്ഞല്ലോ അമ്മമാർ മാത്രമല്ല അപ്പന്മാരുടെ ചരിത്രവുമുണ്ട്. അമ്മമാരുടെ ചരിത്രം, അവർ മക്കളുടെ ജീവിതത്തിൽ സ്വാധീനം വരുത്തിയിട്ടുള്ള വിഷയങ്ങളൊക്കെ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളത് ഒരു ചോദ്യമായി നമ്മുടെ ഹൃദയത്തിൽ കടന്നു വരാം. നാം അറിയുന്നത് പോലെ ദൈവത്തിന്റെ വചനത്തിൽ വെറുതെ ഒന്നും രേഖപ്പെടുത്തുകയില്ല. വളരെ പ്രസക്തമായിട്ടുള്ള ദൈവം ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ മാത്രമേ ദൈവത്തിന്റെ വചനത്തിൽ രേഖപ്പെടുത്തുകയൂ. അങ്ങനെയാണെങ്കിൽ ഈ ദൈവത്തിന്റെ വചനത്തിൽ മക്കളെ സ്വാധീനിച്ച, അവരുടെ വിശ്വാസ ജീവിതങ്ങളിൽ വളരെ രൂഢമൂലമായിട്ടുള്ള സ്വാധീനം ചെലുത്തിയിട്ടുള്ള മാതാക്കന്മാരുടെ ചരിത്രം എന്തിന് രേഖപ്പെടുത്തി എന്ന് ചോദിച്ചാൽ അതിന്റെ പ്രധാനവും പ്രഥമവുമായ ഉത്തരം എല്ലാ കാലഘട്ടങ്ങളിലും, പ്രത്യേകിച്ച് ഇന്ന് ജീവിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും മാതൃകകളായിട്ട് അവരുടെ നല്ല ഗുണങ്ങളെ നമ്മുടെ ജീവിതങ്ങളിൽ സ്വാംശീകരിക്കുവാനും നമ്മുടെ ജീവിതങ്ങളിൽ ആ പാന്താവുകളിൽ കൂടെ നടക്കുവാനുമാണ് എന്നുള്ളത് ഞാൻ ആമുഖമായി ഒന്ന് പറഞ്ഞ് മുൻപിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുക. പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള അമ്മമാരെ കാണിക്കുമ്പോൾ ഒരു കാര്യം ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുക. ഈ അമ്മമാരെ ചൂണ്ടിക്കാണിച്ചിട്ട് തലമുറകൾ അവരെ ദൈവഭക്തമാരാണ് എന്ന് വാഴ്ത്തുമ്പോൾ അവരിലൂടെ ലഭിച്ചതായിട്ടുള്ള നല്ല ആത്മീക ഗുണങ്ങളെ എടുത്തു പറയുമ്പോൾ ഒരു നിർബന്ധം നമുക്കും ഉണ്ടാവണം. എന്താണത്? എന്റെ ജീവിതം അവസാനിച്ച് ഞാൻ അക്കരെ നാട്ടിൽ ചെന്നാൽ എന്നെ വിട്ടുപോയിട്ടുള്ള, ഞാൻ വിട്ടുപോകുന്ന എന്റെ തലമുറകൾ, ഞാൻ ഇവിടെ ജീവിച്ചു കഴിഞ്ഞ് എന്നെ കുറിച്ചും നല്ലതായ ചിന്തകൾ അവർക്ക് പിൻപറ്റുവാൻ കൊള്ളാകുന്ന ആത്മീകമായിട്ടുള്ള സൽഗുണങ്ങൾ ഉണ്ട് എന്ന് പറയിപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം. അതിനാണ് ഇന്ന് രാത്രിയിൽ ഈ ദൈവഭക്തരായ അമ്മമാരുടെ ജീവിതത്തിലേക്ക് ഒരു ഓടിച്ചുള്ള നോട്ടത്തിലേക്ക് നാം പ്രവേശിക്കുന്നത്. ഇന്ന് രാത്രിയിൽ ഒരുപാട് അമ്മമാരുടെ കാര്യമൊന്നും പറയാൻ സമയപരിധി എന്നെ അനുവദിക്കുന്നില്ല. ബിജിച്ചാൻ എനിക്ക് തന്നൊരു സമയമുണ്ട്. ആ സമയപരിധിയിൽ നിന്നുകൊണ്ട് കർത്താവിന്റെ മനസ്സിൽ 2 മാതാക്കളുടെ ജീവിതത്തെ പറ്റിയാണ് പറയാൻ പ്രേരിപ്പിക്കുന്നത്. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലായതുകൊണ്ട് അവിടുന്ന് സമയം അനുവദിക്കുന്ന പക്ഷം എത്രമാത്രം പറയുവാൻ കഴിയുമോ അത് പറഞ്ഞ് അവസാനിപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. പ്രാർത്ഥനയോടുകൂടെ നമുക്ക് തിരിച്ചു വരാം. ദൈവഭക്തരായിട്ടുള്ള മാതാക്കന്മാരെ പറ്റിയുള്ള ഇന്ന് രാത്രിയിലെ പഠനം അനേക അമ്മമാരുടെ ജീവിതങ്ങളിൽ ഒരു സ്വാധീനം ഉണ്ടാക്കുവാൻ പോരാ, പിതാക്കന്മാരുടെ ജീവിതത്തിൽ അവരുടെ ഭാര്യമാർക്ക്, മക്കളുടെ അമ്മമാർക്ക് ഇത്തരത്തിലായി തീരുവാൻ, പിന്തുണ കൊടുക്കുവാൻ ഇടയായി തീരേണ്ടതിന് മുഖാന്തരമാകട്ടെ. ആദ്യത്തെ മാതാക്കന്മാരിലേക്ക് നമുക്ക് തിരിയാനായിട്ട് കർത്താവിൽ ഞാൻ ശരണപ്പെടുകയാണ്. അതിനാധാരമായിട്ട് തിമോഥെയോസിന്റെ 2-ാം ലേഖനം, 2 തിമോത്തി chapter 1 verse 5, 2 തിമോഥെയോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാനൊന്ന് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുക. തിമോഥെയോസിന്റെ 2-ാം ലേഖനം അതിന്റെ 1-ാം അധ്യായം 5-ാം വാക്യത്തിലേക്ക് വരുമ്പോ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്: ആ വിശ്വാസം ആദ്യം നിന്റെ വലിയമ്മ ലോവീസിലും അമ്മ യൂനിക്കയിലും ഉണ്ടായിരുന്നു എന്നുള്ളത് കാണുവാനായിട്ട് സാധിക്കുക. ഇവിടെ തിമോഥെയോസിന്റെ അമ്മയുടെ കാര്യവും തിമോഥെയോസിന്റെ വലിയമ്മയുടെ കാര്യവുമാണ് തിരുവചനം രേഖപ്പെടുത്തുന്നത്. പ്രിയമുള്ളവരെ, ഇവിടെ കാണുവാൻ സാധിക്കുന്നത് ഈ 2 അമ്മമാരുടെ വിശ്വാസം, അവരുടെ ജനുവിനായിട്ടുള്ള നിർവ്യാജമായ ആ പ്രത്യേകമായ വിശ്വാസം ഈ മകനായിരിക്കുന്ന തിമോഥെയോസിൽ വലിയ സ്വാധീനത ഉണ്ടാക്കി എന്നുള്ളത് അദ്ദേഹത്തിന്റെ ജീവചരിത്രം പഠിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു വാക്ക് ഞാൻ അങ്ങ് കയറി പറയാനായിട്ട് ആഗ്രഹിക്കുക. അമ്മമാരെന്ന് പറയുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, ജന്മം കൊടുത്ത മാതാക്കൾ മാത്രമല്ല, പ്രത്യുത വലിയമ്മമാരാകാം. ഇനി അല്പം കൂടെ വിശാലമായ അർത്ഥത്തിൽ പറഞ്ഞാൽ കുടുംബത്തിൽ അമ്മമാരുടെ സ്ഥാനത്ത് നിൽക്കുന്ന ആരുമാകാം. ഇനിയും അല്പം കൂടെ അങ്ങ് വിശാലമായിട്ട് പറഞ്ഞാൽ ദൈവസഭയുടെ അതിർവരമ്പിനുള്ളിൽ നിൽക്കുന്ന ഏത് മാതാക്കൾക്കും ആത്മീക മക്കളെ സ്വാധീനിക്കാനായിട്ട് സാധിക്കും. ഇന്ന് രാത്രി ഓർക്കട്ടെ പ്രിയമുള്ളവരെ, ഈ പറയുന്ന തിമോഥെയോസിന്റെ അമ്മയുടെയും വലിയമ്മയുടെയും കാര്യം തിരുവചനത്തിൽ തിമോഥെയോസിന്റെ ജീവിതത്തിൽ വലിയ വിശ്വാസത്തിന്റെ സ്വാധീനത ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ, രേഖപ്പെടുത്തുമ്പോൾ അമ്മമാർക്ക്, മാതാപിതാക്കന്മാർക്ക് ഒരു വലിയ ആഗ്രഹം പ്രഥമമായി ഉണ്ടാകട്ടെ. എന്റെ ജീവിതം കൊണ്ട് ചിലരുടെ വിശ്വാസ ജീവിതത്തിൽ പ്രയോജനി ഭവിക്കണമെന്നുള്ള പ്രാർത്ഥനയുണ്ടാകട്ടെ. ഞാൻ ഇതിലേക്ക് വരുമ്പോ ആദ്യമായിട്ട് ഒരു കാര്യം പറഞ്ഞ് ഈ തിമോഥെയോസിന്റെ വലിയമ്മയുടെയും അമ്മയുടെയും ജീവിതത്തിൽ നിന്ന് 2 കാര്യങ്ങളാണ് എനിക്ക് കർത്താവ് നൽകി തന്നിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയാമോ? ഇവിടെ കാണുവാൻ സാധിക്കുന്നത് പോലെ ഈ അമ്മമാർ 2 പേരും തിമോഥെയോസിന്റെ വിശ്വാസ ജീവിതത്തിൽ അദൃശ്യനായ ഒരു ദൈവത്തെ ആത്മാവിന്റെ കണ്ണുകൊണ്ട് കണ്ട് ആ ദൈവത്തെ നിർവ്യാജമായി വിശ്വസിക്കുവാനും
ആ ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കുവാനും ഒരു പ്രേരക ശക്തിയായിട്ട് തീരുകയാണ്. ഞാനത് പറഞ്ഞതിന്റെ ആശയം വ്യക്തമാക്കാനായിട്ട് ആഗ്രഹിക്കുക. എന്ന് പറഞ്ഞാൽ ഈ രണ്ടമ്മമാരുടെയും വിശ്വാസത്തെ പറ്റി പറയുമ്പോൾ ആദ്യമായിട്ട് ഇങ്ങനെ പറയാം, ഈ രണ്ടമ്മമാരും അദൃശ്യനായ ഒരു ദൈവത്തെ വിശ്വാസത്തിന്റെ കണ്ണുകൊണ്ട് കാണാനായിട്ട് ഈ പ്രിയ പൈതലിനെ പഠിപ്പിക്കുന്ന അനുഗ്രഹീതമായ ജീവിതം കാണുവാൻ സാധിക്കും. അവരുടെ ജീവിതമാകുന്ന സന്ദേശത്തിലൂടെ, അവരുടെ വാക്കുകളിലൂടെ, അവരുടെ പെരുമാറ്റത്തിലൂടെ, അവരുടെ ജീവിതത്തിന്റെ പാന്താവിന്റെ വിവിധ വശങ്ങളിലൂടെ അവരെന്ത് ചെയ്യുകയാ? ഈ പറയുന്ന തിമോഥെയോസ് എന്ന് പറഞ്ഞ അവരുടെ മകനെ, അവരുടെ കൊച്ചുമകനെ, അദൃശ്യനായ ഒരു ദൈവത്തെ വിശ്വാസത്തിന്റെ കണ്ണുകൊണ്ട് കണ്ട് ആ ദൈവം യാഥാർത്ഥ്യമാണെന്നും അവന്റെ ജീവിതത്തില് ഇറങ്ങി വരുന്നവനാണ് എന്നുമുള്ള വലിയ സത്യം പഠിപ്പിക്കുന്ന കാര്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഞാൻ ഒരു കാര്യം പറയാം, വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമുക്കറിയാമല്ലോ. എബ്രായ ലേഖനത്തിന്റെ 11-ാം അധ്യായം 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാവുന്നതാണ്. ഹീബ്രൂസ് ചാപ്റ്റർ 11 വേഴ്സ് 1 അവിടെ നമ്മൾ വായിക്കുന്നു, വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തെ കണ്ണുകൊണ്ട് കാണുവാൻ നമുക്കിന്ന് കഴിയുന്നില്ല. ഇവിടെയും ഇത് തന്നെയാണ് ഈ മാതാക്കളുടെയും കാര്യം. ഈ മാതാക്കള് ആ മകനെ പഠിപ്പിക്കുമ്പോ തിമോഥെയോസിന്റെ ജീവിതത്തിൽ ഈ അമ്മമാർ സ്വാധീനം ചെലുത്തി എന്ന് പറയുമ്പോ ഒരു കാര്യം ഞാൻ ഇങ്ങനെ പറയട്ടെ, ദൈവത്തെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല, എന്നാൽ അദൃശ്യനായ ദൈവത്തെ ആത്മാവിന്റെ കണ്ണുകൊണ്ട് കാണുവാൻ, ആ ദൈവത്തെ രുചിച്ചറിയുവാൻ, ആ ദൈവത്തെ അനുഭവിക്കുവാൻ, ആ ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കുവാൻ, ആ ദൈവത്തെ ഹൃദയപൂർവം വിശ്വസിക്കുവാനായിട്ട് ഈ അമ്മമാരുടെ ജീവിതം അവനെ പഠിപ്പിക്കുന്ന അനുഗ്രഹീതമായ കാര്യം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഒരു വാക്ക് പറയാതിരിക്കാൻ എനിക്ക് കഴിയുകയില്ല. മേഘപാളികൾക്കപ്പുറത്തിരിക്കുന്ന ഒരു ദൈവം, ഈ ദൈവത്തെ എങ്ങനെ അറിയാൻ സാധിക്കുക? ഈ ദൈവത്തെ ജീവിതത്തിന്റെ ചൂടേറുന്ന അനുഭവങ്ങളിലൂടെ, ഈ ദൈവത്തെ വിവിധമായ ജീവിതത്തിന്റെ തീഷ്ണ അനുഭവങ്ങളിലൂടെ തിരിച്ചറിയാനായിട്ട് കഴിയുമെന്നുള്ളത് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നവനാ. എന്ന് പറഞ്ഞാൽ മേഘപാളികൾക്കപ്പുറത്ത്, മേഘങ്ങൾക്കപ്പുറത്ത്, സ്വർഗാദി സ്വർഗത്തിൽ മനുഷ്യന് ഗോചരമല്ലാത്ത സ്ഥാനത്തിരിക്കുന്ന ഈ വലിയവനായ ദൈവത്തെ വിശ്വാസ ജീവിതത്തിൽ പിന്തുടർന്നിരുന്ന ഈ വലിയമ്മയും അമ്മയും തിമോഥെയോസിനെ കാട്ടിക്കൊടുക്കുകയായിരുന്നു. അദൃശ്യനാണെങ്കിലും ആ ദൈവം നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാനായിട്ട് കഴിയുന്നവനാണ് എന്നുള്ള ബോധ്യം അവന് ജീവിതത്തിന്റെ അനുഭവങ്ങളിലൂടെ അവർ കാണിച്ചു കൊടുക്കുകയാണ്. പ്രിയമുള്ളവരെ, ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കാൻ എത്ര അമ്മമാർക്ക് കഴിയുന്നുണ്ട്? ദൈവം ഒരു യാഥാർത്ഥ്യമാണെന്ന് നിങ്ങളുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളിലൂടെ നിങ്ങൾക്ക് മക്കളെ പഠിപ്പിക്കുവാൻ കഴിയുന്നുണ്ടോ? കേവലം വാക്കുകളിലൂടെ മാത്രമല്ല, മറിച്ച് ദൈവസന്നിധിയിൽ നിങ്ങൾ കാത്തിരിക്കുന്നതിലൂടെ, നിങ്ങളുടെ ഓരോരുത്തരുടെയും പെരുമാറ്റങ്ങളിലൂടെ ദൈവം ജീവിതത്തിൽ ചെയ്തിട്ടുള്ള അവർണ്ണനീയമായ പ്രവർത്തന വിധങ്ങളെ അവർക്ക് വിവരിച്ചു കൊടുത്തുകൊണ്ട് ഞാനൊരു കാര്യം പറയാം, അങ്ങനെ ദൈവത്തെ കാണിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. എന്റെ വിശ്വാസ ജീവിതത്തിന്റെ ഒരേട് ഞാനൊന്ന് പറഞ്ഞു പോകാൻ ഇപ്പോൾ എന്റെ ആത്മാവിൽ കർത്താവ് പ്രേരിപ്പിക്കുകയാണ്. ഞങ്ങളെ പണ്ട് കുളത്തൂപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. അന്ന് ഞങ്ങളുടെ ഭവനങ്ങൾ ഏതാണ്ട് 17ഓളം ജ്യേഷ്ഠാനുജന്മാർ, 3 അപ്പച്ചന്മാരുടെ മക്കളായിട്ട് അവിടെ താമസിക്കുന്നുണ്ടായിരുന്നു. പല ദൈവദാസന്മാരും വന്ന് കണ്ടിട്ടുള്ള കാര്യമാണ്. ഏതാണ്ട് 17 വീടുകൾ മുണ്ട നിൽക്കുന്നതിൽ 1, 2, 3 എന്ന് പറഞ്ഞുകൊണ്ട്. എന്നാൽ എല്ലാ ആഴ്ചകളിലും മിക്കവാറും ഒരു ദിവസം, അത് ശനിയാഴ്ച വൈകുന്നേരമായിരിക്കും, ഒരുമിച്ച് ഏതെങ്കിലും ഒരു ഭവനത്തിൽ ഒരുമിച്ച് ഇങ്ങനെ കൂടാറുണ്ടായിരുന്നു. അങ്ങനെ കൂടുമ്പോ ഒരു കാര്യമുണ്ട്, എല്ലാ കുഞ്ഞുങ്ങളും പ്രാർത്ഥിക്കണം, ദൈവത്തിന്റെ വചനം വായിക്കണം. ഒരു വിശാലമായ കുടുംബ പ്രാർത്ഥനയുണ്ട്. ആ കുടുംബ പ്രാർത്ഥന വെറും ഒരു പ്രാർത്ഥനയല്ല. ഒരു കാര്യം പറയട്ടെ, അന്ന് വലിയപ്പച്ചന്മാർ, വലിയമ്മച്ചിമാർ കൊച്ചുമക്കളെയും കുടുംബാംഗങ്ങളെയും ഒരുമിച്ചിരുത്തിയിട്ട് പണ്ടത്തെ പട്ടിണി കാലങ്ങൾ മുതൽ ദൈവം നടത്തിയ, ദൈവം ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന ചൂടും ചൂറുമേറുന്ന അനുഭവങ്ങൾ അത് പറഞ്ഞു തരുമ്പോൾ ഒന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും തിരിച്ചറിയാൻ കഴിഞ്ഞു. എന്താണെന്നറിയാമോ? ദൈവം കേവലം വേദപുസ്തക താളുകളിൽ മാത്രമുള്ള ഒരു ദൈവമല്ല, മറിച്ച് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്ന, നമ്മുടെ മാതാക്കന്മാർ ഏറ്റെടുക്കുന്ന, നമ്മുടെ പിതാക്കന്മാർ ഏറ്റെടുക്കുന്ന, നമ്മൾ പിന്തുടരേണ്ടുന്നവനാണ് ഈ ദൈവം എന്നുള്ളത് നമുക്ക് വ്യക്തമായി കാണിച്ചു തരാനായിട്ട് അവർക്ക് കഴിഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഇന്നത്തെ മാതാപിതാക്കന്മാരോട് ഞാൻ ചോദിക്കുക, നിങ്ങൾക്ക് തിരക്കേറെയുണ്ട്, അത് ശരി തന്നെയാ. പക്ഷേ നിങ്ങളുടെ ദൈവത്തെ, നിങ്ങളുടെ മാതാപിതാക്കന്മാർ നിങ്ങൾക്ക് കാണിച്ചു തന്ന ആ ദൈവത്തിന്റെ വിശ്വാസത്തെ ഇങ്ങനെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുവാൻ നിങ്ങളുടെ ജീവിതത്തിന്റെ പാന്താവുകളിലൂടെ
നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? പ്രിയമുള്ളവരെ, ഈ ചോദ്യത്തിന് മറുപടി കൊടുക്കേണ്ടുന്ന കാലം അതിക്രമിച്ചു. കാര്യം എന്താണെന്നറിയാമോ? നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. സാത്താന്റെ സഭകൾ ഉൾപ്പെടെ അനേക വിവിധമായിട്ടുള്ള സാത്താന്യ കെണികൾ ഇന്ന് കോളേജുകളിലും സ്കൂളുകളിലും ഉൾപ്പെടെ നാം അറിയാത്ത കാണാ കയങ്ങളുമായിട്ട് കാത്തു നിൽപ്പുണ്ട്. പ്രിയപ്പെട്ട സണ്ണിച്ചാന റാന്നിയിൽ നിന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. അദ്ദേഹത്തോട് ചോദിച്ചാൽ അറിയാം, കുട്ടികളുടെ ഇടയിൽ പ്രവർത്തിക്കുമ്പോൾ ഞെട്ടിപ്പിക്കുന്ന അനേക സംഭവങ്ങൾ, പ്രിയമുള്ളവരെ, പുറത്തു പറയുവാൻ കഴിയാത്ത അനേക വിഷയങ്ങൾ. ഒരു കാര്യം പറയട്ടെ, ഇത് ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ ദൈവത്തെ, അദൃശ്യനായ ദൈവത്തെ പ്രസംഗത്തിലൂടെ മാത്രമല്ല, വെറുതെ വാചകങ്ങളിലൂടെ മാത്രമല്ല, മറിച്ച് ജീവിതത്തിന്റെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നതിലൂടെ യഥാവാനും അദൃശ്യനുമാണെങ്കിലും യഥാർത്ഥമുള്ള ദൈവത്തെ ഒന്ന് ജീവിതത്തിൽ കാണിച്ചു കൊടുക്കുന്ന വിശ്വാസം ഈ മാതാക്കന്മാർക്കുണ്ടായിരുന്നത് പോലെ നമുക്കുണ്ടാകണമെന്ന് ഇവിടെ കാണിച്ചു കൊടുക്കുക. ഞാനൊരു കാര്യം പറയാം. ഈ മാതാക്കൾ ഈ അദൃശ്യനായ ദൈവത്തെ കണ്ണുകൊണ്ട് കാണുന്നില്ലെങ്കിലും വിശ്വസിക്കുവാനും അവിടുന്ന് സത്യമാണ് എന്നും ജീവിതത്തിൽ യാഥാർത്ഥ്യമാണെന്നും കാണിച്ചു കൊടുത്തത് കൊണ്ടല്ലേ? എന്നോട് ചേർന്ന് ചിന്തിക്കുക. ഈ തിമോഥെയോസ് എന്ന യൗവനക്കാരന് പിന്നീട് അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തിലൂടെ ഒരു സഹകാരിയായി മിഷണറി യാത്രകളിൽ അനുകരിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. പ്രിയമുള്ളവരെ, ചിന്തിച്ചു നോക്കണം. കർത്താവിന്റെ വേലയ്ക്ക് തിമോഥെയോസ് ഇറങ്ങുകയാ. നമ്മുടെ കുഞ്ഞുങ്ങൾ കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങാത്തതിന്റെ അല്ലെങ്കിൽ പരാജയപ്പെടുന്നതിന്റെ ഒരു കാരണത്തിലേക്കാണ് ഞാൻ വരുന്നത്. എന്ന് പറഞ്ഞാൽ, ഈ മാതാക്കൾ അദൃശ്യനായ ദൈവത്തെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തപ്പോൾ ആ ദൈവത്തെ സേവിക്കണമെന്ന ആഗ്രഹം അവനുണ്ടായി. ആരുടെ കൂടെയാ പോകുന്നത്? ധന്യനായ പൗലോസ്ലീഹയുടെ കൂടെയാ. എന്താ അദ്ദേഹത്തിന്റെ സമ്പത്ത്? ഒന്ന് ചിന്തിച്ചു നോക്ക്. പൗലോസിന്റെ കൂടെ ഇറങ്ങിത്തിരിക്കുമ്പോ എന്തെങ്കിലും ഭൗതികമായൊരു വാഗ്ദാനമുണ്ടോ? ഒരു വാഗ്ദാനവുമില്ല. അടുത്ത നേരം എന്തുണ്ട് എന്ന് ചോദിച്ചാൽ ഒന്നും ചൂണ്ടിക്കാണിക്കാനായിട്ടില്ല. അനേക കാര്യങ്ങൾ നെഗറ്റീവായിട്ട് മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ, മനുഷ്യന്റെ ദൃഷ്ടിയിൽ ഏറ്റവും പീഡയനുഭവിക്കുന്ന കാലഘട്ടത്തിലൂടെ, നിന്ദയനുഭവിക്കുന്ന കാലഘട്ടത്തിലൂടെ പൗലോസിന്റെ കൂടെ പോയാൽ ജയിലിൽ കിടക്കേണ്ടി വരും എന്ന തിരിച്ചറിവോടുകൂടെ ക്രിസ്തുവിന്റെ നിന്ദയെ വലിയ ധനമെന്നെണ്ണി കർത്താവിന്റെ വേലയെ മഹത്വമായി കാണുവാൻ പഠിപ്പിച്ച ഈ രണ്ട് അമ്മമാരുള്ളത് കൊണ്ടാണ് ഈ തിമോഥെയോസിന് എന്ത് ചെയ്യാനായിട്ട് കഴിഞ്ഞത്? ധന്യനായ പൗലോസിനോടുകൂടെ ഇറങ്ങിത്തിരിച്ച് കർത്താവിന് വേണ്ടി നിൽക്കാനായിട്ടിടയായി തീർന്നത്. അപ്പോസ്തലനായ പൗലോസ് എന്താ തിമോഥെയോസിനോട് പറയുന്നത്? ഈ അമ്മമാര് പറഞ്ഞതിന്റെ, ഈ അമ്മമാർ അവരുടെ വിശ്വാസ ജീവിതത്തിൽ പ്രവൃത്തിയിലൂടെയും വിശ്വാസത്തിലൂടെയും കാണിച്ചു കൊടുത്തതിന്റെ ഒരു ചിത്രമാണ് പൗലോസ്ലീഹയും കാണിച്ചു കൊടുക്കുന്നത്. നമുക്കൊന്ന് നോക്കാം, ശ്രദ്ധിച്ചു നോക്കണേ. തിമോഥെയോസിന്റെ 2-ാം ലേഖനത്തിലേക്ക് വരിക. അതിന്റെ 2-ാം അധ്യായം 3-ാം വാക്യത്തിലേക്ക് വരുമ്പോ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഒരു വാക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. 2 Timothy chapter 2 verse 3. 2 തിമോഥെയോസ് 2-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. ക്രിസ്തുയേശുവിന്റെ നല്ല ഭടനായി നീയും എന്നോടുകൂടെ എന്ത് ചെയ്യുക? കഷ്ടം സഹിക്കുക. ഇതിനാ വിളിക്കുന്നത്. ഈ വിളി ചെറുതാണോ? ഒരു കാര്യം പറയട്ടെ, ഈ വിളി ചെറുതാണോ? ഈ മാതാക്കൾ കാണിച്ചു കൊടുത്തത് കൊണ്ടല്ലേ. അവരുടെ ജീവിതത്തില് അവർ ഒരുമിച്ചിരിക്കുമ്പോൾ, അവരുടെ കുടുംബത്തിന്റെ സംഭാഷണങ്ങളിൽ, ആ മകനെ തനിയെ കിട്ടിയ വേളകളിൽ അവനോട് യേശുക്രിസ്തുവിന്റെ വേല അല്ലെങ്കിൽ കർത്താവ് ശരിയായിട്ടുള്ളവനാണ്, അവൻ നന്മയല്ലാത്തതൊന്നും ചെയ്യാത്തവനാണ്, ഏറ്റവും നല്ലവനാണ്, അവനെ വിശ്വസിക്കാൻ കൊള്ളാകുന്നവനാണ്, അവന്റെ വേലയാണ് ഈ ഭൂമിയിലേക്കും ഏറ്റവും മഹത്വമെന്ന് പഠിപ്പിച്ചത് കൊണ്ടാണ് ഈ അമ്മമാരുടെ പാതയെ പിന്തുടർന്ന് ഒരു തിമോഥെയോസിനെ നമുക്ക് കിട്ടാനായിട്ടിടയായി തീർന്നത്. പ്രിയമുള്ളവരെ, വളരെ വ്യക്തമായ ആദ്യത്തെ വിഷയത്തിൽ നിന്ന് മുൻപിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുക. അമ്മമാരുടെ സ്വാധീനം എന്ന് പറയുന്നത് മക്കളെ കർത്താവിന്റെ വേലയ്ക്ക് ഇറക്കുക എന്നുള്ളതാ. അവര് കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങാനായിട്ടിടയായി തീരണമെങ്കിൽ ആ മാതാക്കൾ മേഘവാളികൾക്കപ്പുറത്തുള്ള ദൈവത്തെ, അദൃശ്യനായ ദൈവത്തെ കാണിച്ചു കൊടുക്കാനായിട്ടിടയായി തീരും. 2-ാമത്തെ കാര്യത്തിലേക്ക് വരാം. വളരെ വേഗത്തിൽ ഞാൻ മുൻപിലേക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു ഓടിപ്പോകാനായിട്ട് ആഗ്രഹിക്കുക. 2-ാമത്തെ കാര്യം എന്ന് പറയുന്നത് തിമോഥെയോസിന്റെ വിശ്വാസത്തിന്റെ പ്രത്യേകത എന്താണെന്നുള്ളതാ. ശ്രദ്ധിച്ചു നോക്കിയേ. തിമോഥെയോസിന്റെ 2-ാം ലേഖനം 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതിന്റെ 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ആ വിശ്വാസം നിന്റെ വലിയമ്മ ലോവീസിലും അമ്മ യൂനിക്കയിലുമുണ്ട്, എന്നിട്ട് പറയുന്നു നിന്നിലും ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏത് വിശ്വാസം? അതാണ് 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം നമുക്ക്
കാണാനായിട്ട് സാധിക്കും. നോക്കിയാട്ടെ, 1-ാം അധ്യായത്തിന് 4-ാം വാക്യം, തിമോഥെയോസിന്റെ 2-ാം ലേഖനത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ഞാൻ പൂർവന്മാരുടെ ദൃഷ്ടാന്തം അനുസരിച്ച് നിർമ്മല മനസാക്ഷിയോടെ ആരാധിക്കുന്ന ദൈവത്തിന് നിന്റെ നിർവ്യാജ വിശ്വാസത്തിന്റെ ഓർമ്മ നിമിത്തം എന്ത് ചെയ്യുന്നു? സ്തോത്രം ചെയ്യുന്നു എന്ന് പറഞ്ഞ അവിടെ പറയുക, നിന്റെ വിശ്വാസം, ആ വിശ്വാസത്തിന്റെ പ്രത്യേകത അത് നിർവ്യാജ വിശ്വാസമാ, ജെനുവിൻ ഫെയ്ത്ത്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഓർമ്മിപ്പിക്കാം. ആദ്യമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സ്വാധീനം ചെലുത്തുമ്പോ വ്യക്തമായി പറയട്ടെ, ഏത് വിശ്വാസമാണ് അവർക്ക് പകർന്നു കൊടുക്കേണ്ടത്? നമ്മുടെ കേവലം ലളിതമായിട്ടുള്ളതാണെങ്കിലും നിർവ്യാജമായിട്ടുള്ള വിശ്വാസത്തെ പകർന്നു കൊടുക്കാനായിട്ടിടയായി തീരണം. ജെനുവിൻ ഫെയ്ത്ത്. അത് കണ്ടുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പോലും സ്തോത്രം ചെയ്യുകയാ. പ്രിയമുള്ളവരെ, ആ അമ്മമാരെ അദ്ദേഹം മറക്കുന്നില്ല. അദ്ദേഹം പറയുക, അല്ലയോ തിമോഥെയോസേ, നിന്നിലുണ്ട് ആ നിർവ്യാജ വിശ്വാസം, പക്ഷേ അത് നിന്നിൽ നിന്ന് കിട്ടിയത് എവിടെ നിന്നാണ് എന്ന് അദ്ദേഹം പറയുക. ശ്രദ്ധിച്ചു നോക്കണേ, അവിടെ എന്താ പറയുന്നത്? 5-ാം വാക്യം, തിമോഥെയോസിന്റെ 2-ാം ലേഖനം 1-ാം അധ്യായം 5-ാം വാക്യത്തിലേക്ക് വരുമ്പോ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ആ വിശ്വാസം ആദ്യം നിന്റെ വലിയമ്മ ലോവീസിലും അമ്മ യൂനിക്കയിലും ഉണ്ടായിരുന്നു, നിന്നിലും ഉണ്ടെന്ന് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? ഉറച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ പാറ്റേൺ ഒന്ന് ശ്രദ്ധിച്ചേ, ആ പ്രത്യേകമായ ആ ലൈൻ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. ആദ്യമാരില്ല, ആദ്യം വലിയമ്മ ലോവീസിൽ. വലിയമ്മ ലോവീസിൽ നിന്ന് ആരിലേക്ക് വരികയാ? അമ്മ യൂനിക്കയിലേക്ക് വരികയാ. അമ്മ യൂനിക്കയിൽ നിന്ന് ആരിലേക്ക് വരികയാ? തിമോഥെയോസിലേക്ക് വരികയാ. പ്രിയമുള്ളവരെ, അനുഗ്രഹീതമായ ഒരു ചിത്രമാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുക. എന്ന് പറഞ്ഞാൽ, വ്യക്തമായി പറഞ്ഞാൽ, വലിയമ്മയിൽ നിന്ന് ആരിലേക്ക് വരുന്നു? അമ്മയിലേക്ക് വരുന്നു. അമ്മയിൽ നിന്ന് മകനിലേക്ക് വരികയാണ്. ഇത് ശ്രദ്ധിച്ചു കേട്ടോണം. യഥാർത്ഥ വിശ്വാസം, യഥാർത്ഥ സ്വാധീനം എന്ന് പറയുന്നത് നിങ്ങളുടെയും എന്റെയും മക്കളെ വളരെ വ്യക്തമായും ചഞ്ചലമേറുന്ന ഈ ലോകത്തിൽ, ദുരുപദേഷ്ടാക്കന്മാർ പെരുകുന്ന ഈ ലോകത്തിൽ വിശ്വാസത്തിന്റെ ദീപശിഖയേന്തിക്കൊണ്ട് മരിക്കേണ്ടി വന്നാലും നിർവ്യാജമായ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ പഠിപ്പിക്കുന്ന ഒരു പാഠാവലിയുടെ ശീലമാണ് ആ സ്വാധീനത എന്നതുകൊണ്ട് ഈ വാക്യത്തിൽ വേദപുസ്തകം അർത്ഥമാക്കുക. പ്രിയമുള്ളവരെ, മറക്കരുത്, അമ്മമാർക്ക് മാതാപിതാക്കന്മാർ പകർന്നു കൊടുക്കുന്നത് കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. അത് നല്ലതാണെങ്കിലും ഉണ്ടാകും, മോശമാണെങ്കിലും ഉണ്ടാകും. ഞാൻ എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഒരു സംഭവം നിങ്ങളുടെ ചിന്തയ്ക്ക് വേണ്ടി സ്ഥലമൊന്നും ഞാൻ പറയുകയില്ല, ഒരു സംഭവം ഞാൻ പറഞ്ഞു പോകാനായിട്ട് ആഗ്രഹിക്കുക. എന്നെ വളരെ ദുഃഖിപ്പിച്ച ഒരു വസ്തുത, എന്റെ ക്രിസ്തീയ ജീവിതത്തിന്റെ ശുശ്രൂഷയിൽ, എന്റെ പ്രായം വളരെ കുറവാണ്, എന്നേക്കാൾ പരിചയ സമ്പത്തുള്ള അനേക ദൈവദാസന്മാർ ഇന്ന് രാത്രിയിൽ ഈ വേദിയിലുണ്ട് എന്ന് എനിക്കറിയാം. ഞാനൊരു സ്ഥലത്ത് ശുശ്രൂഷയ്ക്കായിട്ട് ചെന്നപ്പോ ഒരു ചെറിയ പയ്യൻ എന്ന് പറഞ്ഞാൽ സ്കൂൾ ലെവൽ പഠിക്കുന്ന ഒരു പയ്യനാണ്. ആ പയ്യൻ വന്നിട്ട് 1-2 ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചു. ആ ചോദ്യം എന്ന് പറഞ്ഞാൽ പുറത്തു പറയാൻ ബുദ്ധിമുട്ടുള്ള ചോദ്യമാണ്. അത് ദൈവദാസന്മാരിലേക്ക് വിരൽ ചൂണ്ടുകയും ഒരിക്കലും വചനപ്രകാരമല്ലാത്ത രീതിയിൽ ഒരു ചെറിയ പയ്യൻ വന്നിട്ട് ദൈവദാസന്മാരുടെ ജീവിതത്തിലേക്ക് പറയാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുക. ഞാൻ അവനോട് പറഞ്ഞു, മോനെ, അത് നിനക്ക് ഭൂഷണമല്ല, നീ അത് പറയരുത്. അവൻ വീണ്ടും അത് തന്നെ പറഞ്ഞപ്പോ ഞാൻ തോളെ തട്ടിയിട്ട് പറഞ്ഞു, പോടാ എന്ന് ഞാൻ പറഞ്ഞു. കാര്യം എന്നാന്നറിയാമോ? അവൻ പറയുന്നത് വലിയ തെറ്റാണ് എന്ന് എനിക്കറിയാം. എന്നാൽ അന്ന് അവന്റെ ഭവനത്തിലാണ് എനിക്ക് ആഹാരം ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഭവനത്തിലേക്ക് ചെന്നപ്പോ എനിക്ക് ഒരു കാര്യം മനസ്സിലായി. ഈ കൊച്ചു ചെറുക്കം പറഞ്ഞതിൽ യാതൊരു അതിശോക്തിയുമില്ല. കാര്യം എന്താണെന്നറിയാമോ? അന്ന് ആ ഡൈനിങ് ടേബിളിൽ ഇരുന്നപ്പോൾ ആ മാതാപിതാക്കന്മാരും ആ വീട്ടിലുള്ളവരെല്ലാം ആഹാരം കഴിച്ച സമയം മുതൽ ഞാനൊന്ന് രൂക്ഷമായി നോക്കുന്നിടം വരെ ആ സ്ഥലം സഭയിലെ ഓരോ വിശ്വാസികളുടെയും, ഓരോ മൂപ്പന്മാരുടെയും, ഓരോ ശുശ്രൂഷകന്മാരുടെയും കുറ്റമെടുത്ത് നീണ്ടു നിവർന്ന് വിശകലനം ചെയ്യുകയായിരുന്നു. ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണും. ആ കുഞ്ഞ് എന്തുകൊണ്ട് അത് ഒരു ശുശ്രൂഷകനായ എന്റെ മുഖത്തേക്ക് നോക്കി തനിയെ ധൈര്യത്തോടെ തെറ്റായ ഒരു കാര്യം ചോദിച്ചുവെന്ന് പറഞ്ഞാൽ അതിന്റെ സ്വാധീനത എത്തി നിൽക്കുക അവന്റെ അമ്മമാരിലേക്കും മാതാപിതാക്കന്മാരിലേക്കുമാ. കാര്യമെന്നാ? ഈ കുഞ്ഞ് ഓർമ്മ വെച്ച നാൾ മുതൽ, അല്ലെങ്കിൽ ഈ കുഞ്ഞ് ആഹാരത്തിനിരിക്കുന്ന സമയം മുതൽ ഈ കുഞ്ഞ് കേട്ടു വളർന്നത് മറ്റൊന്നല്ല, ദൈവസഭയിലുള്ളവരുടെ കുറ്റം പറയുന്നത് കേട്ടിട്ടാണ് ഈ പൈതൽ വളർന്നു വന്നത്. പ്രിയമുള്ളവരെ, അതാണ് ഞാൻ പറഞ്ഞത്, അത് സ്വാധീനത ഉണ്ടാക്കുന്നത്.
ഇന്ന് രാത്രി ഒരു കാര്യം വിനയപൂർവം 2 കൈകളും കൂപ്പി ഞാൻ മാതാപിതാക്കന്മാരോട്, സഹോദരി സഹോദരന്മാരോട് അപേക്ഷിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഒരിക്കലും നിങ്ങളുടെ തീന്മേശകളിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ കേൾക്കെ മറ്റൊരു ദൈവദാസന്റെയോ സഭയിലുള്ളവരുടെയോ മറ്റൊരാളുടെയോ ശരിയോ തെറ്റോ ആകട്ടെ കുറ്റം പറയുവാൻ ഇടയാകരുത്. കാരണം എന്താണെന്നറിയാമോ? അവർ അതിൽ സ്വാധീനതയുള്ളവരായിട്ട് തീരും. അവർ വളർന്നു വരുമ്പോൾ അനേകരുടെ കുറ്റം പറയുന്നവരായിട്ട് തീരും. ഫലം എന്താണെന്നറിയാമോ? അങ്ങനെയുള്ള കുടുംബങ്ങൾ ദൈവത്തിന്റെ കോപത്തിന് ഇരയായി തീരേണ്ടതായിട്ട് വരും. വിശുദ്ധ വേദപുസ്തകത്തിന്റെ താളുകൾ നിങ്ങൾ പഠിച്ചു നോക്കിയാൽ, പ്രത്യേകിച്ചും പഴയ നിയമത്തിലേക്ക് വരുമ്പോഴും പുതിയ നിയമത്തിലും അതിന്റെ ബഹിസ്ഫുരണങ്ങൾ ഉണ്ട്, കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവദാസന്മാർക്കെതിരെ സംസാരിക്കുകയും നമ്മളെ നടത്തുന്ന ദൈവഭൃത്യന്മാർക്കെതിരെയും സഭാവിശ്വാസികൾക്കെതിരെയും സംസാരിക്കുന്നവരെ സ്വർഗത്തിലെ ദൈവം ശിക്ഷിക്കുന്ന ചരിത്രം നമുക്ക് കാണുവാൻ കഴിയും. അപ്പൊ നമ്മുടെ വീടുകളില് സ്വാധീനത ഉണ്ടാകേണ്ടത് ആകാത്ത കാര്യങ്ങൾക്ക് വേണ്ടി അല്ല, പ്രത്യുത ഏതിനു വേണ്ടി ആകണം? നിർവ്യാജ വിശ്വാസത്തിന്റെ പേരിൽ. ഈ അമ്മമാര് അവന് കൊടുത്ത വിശ്വാസത്തിന്റെ പ്രത്യേകത അതാ. അത് ജെനുവിൻ ഫെയ്ത്ത് ആയിരുന്നു. ദൈവം ആരാണ്, ദൈവത്തിന്റെ സ്വഭാവം എന്താണ്, ദൈവത്തിനായി കാത്തിരിക്കുവാൻ. വളരെ വ്യക്തമായി പറയട്ടെ, ഇന്ന് നമ്മുടെ എല്ലാ ഭവനങ്ങളിലും അത്യാവശ്യമായതൊക്കെ കർത്താവ് നമുക്ക് നൽകി തന്നിട്ടുണ്ട്. പക്ഷേ നമ്മളത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോ ഒരു കാര്യം, എല്ലാവരും, അത് ജോലി ചെയ്യുന്നവരാണെങ്കിലും കർത്താവിന്റെ വേല ചെയ്യുന്നവരാണെങ്കിലും ആരായിരുന്നാലും നമ്മുടെ അടുത്ത തലമുറയെ ബോധിപ്പിക്കണം, നാം ആഹരിക്കുന്ന, നാം ഉടുക്കുന്ന, നാം വിശ്വസിക്കുന്ന ദൈവം ഔദാര്യമായി നമുക്ക് തരുമ്പോഴും അതിന്റെ പിന്നിലുള്ള വില എന്താണ് എന്നുള്ളത് വ്യക്തമായി ഓർമ്മിപ്പിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ ഒരു കാര്യം പറയാം, നമ്മുടെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോകുവാൻ സാധ്യതയുണ്ട്. അവർക്ക് ലഭിച്ച നന്മകൾ കൊണ്ട് തന്നെ അവർ നശിച്ചു പോകുവാൻ സാധ്യതയുണ്ട്. ഇന്ന് രാത്രി അതിശക്തമായ മുന്നറിയിപ്പായി കർത്താവിന്റെ ഹൃദയത്തിൽ തന്ന ഈ ചിന്ത പറയട്ടെ, നമ്മുടെ തീന്മേശകളിൽ, നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ യാത്രകളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ കേൾക്കെ ഒരുപക്ഷെ നിങ്ങളുടെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നയാളാണെങ്കിലും അവരുടെ കുറ്റം പറയരുത്. പ്രത്യുത അവർക്ക് കൊടുക്കേണ്ടത് നിർവ്യാജമായ ഒരു വിശ്വാസമാണ്. സ്വർഗത്തിലെ ദൈവത്തെ പറ്റിയുള്ള യഥാർത്ഥ ചിത്രം തിമോഥെയോസിന് കിട്ടിയപ്പോൾ ആരും പറയാതെ തന്നെ അപ്പോസ്തലനായ പൗലോസിനോടൊപ്പം ക്രിസ്തുവിന്റെ നിന്നയെ വലിയ ധനമെന്നെണ്ണിക്കൊണ്ട് അദ്ദേഹത്തിന്റെ മിഷണറി യാത്രകൾ പങ്കുവഹിക്കുകയുണ്ടായി. ഫലം എന്താണ്? വേദപുസ്തകത്തിന്റെ താളുകളിൽ തിമോഥെയോസ് എന്ന യൗവനക്കാരനെ ക്രിസ്തുവിന്റെ നല്ല ഭടനായി തിരുവചനം അവതരിപ്പിക്കുകയാണ്. ഇന്ന് തിമോത്തി എന്ന പേരിടുവാൻ നാം അഭിമാനം കൊള്ളുന്നുണ്ട്. നമ്മുടെ തലമുറകൾ ദൈവത്താൽ ആദരിക്കപ്പെടണമെങ്കിൽ നമ്മുടെ മാതാപിതാക്കന്മാർ, പ്രത്യേകിച്ച് മാതാക്കന്മാർക്ക് ഭവനത്തിൽ സ്വാധീനത ചെലുത്താനായിട്ട് സാധിക്കണം. യഥാർത്ഥ വിശ്വാസം അവർക്ക് കൊടുക്കുക, യഥാർത്ഥ ദൈവത്തെ അവർക്ക് കൊടുക്കുക. ആ ദൈവത്തെ കൊടുക്കാൻ കഴിഞ്ഞാൽ അവർ സമ്പന്നരായി തീരും. മറ്റൊന്നും അവർക്കില്ലെങ്കിലും ഒരു ദൈവം, യഥാവാനായ ദൈവം അവരുടെ നെഞ്ചകത്തോട് ചേർന്നിരിക്കുവാൻ നിങ്ങൾ അവരെ പഠിപ്പിച്ചാൽ ഒരു കാര്യം സത്യമാണ്, അവർ ഈ ദൈവത്തെ വിട്ടു പോകുകയില്ല. ദൈവം അവരെ അനുഗ്രഹിക്കുകയും ചെയ്യും. ഈ 2 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തിമോഥെയോസിന്റെ അമ്മമാരുടെ ജീവിതത്തിൽ നിന്ന് ഒന്ന് മാറിപ്പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. തുടർന്നുള്ള മിനിറ്റുകളിൽ മറ്റൊരമ്മയുടെ കാര്യമാണ്, വേദപുസ്തകത്തിൽ പേര് പറയാത്ത ഒരമ്മയാണ് കർത്താവ് എനിക്ക് തുടർന്ന് പറയാനായിട്ട് നൽകിയിട്ടുള്ളത്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം എടുത്താട്ടെ. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോ നമുക്കതിന്റെ 9-ാം വാക്യം വായിക്കാം. Gospel of John chapter 6 verse 9. അതിന്റെ 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ പിന്നീട് നമുക്കറിയാം, വായിച്ചു നോക്കേണ്ടതാണ്. 9-ാം വാക്യത്തിലേക്ക് വരിക. അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, അന്ത്രയോസ് അവനോട്, ഇവിടെ ഒരു ബാലകനുണ്ട്. എന്നിട്ട് എന്നാ പറയുന്നത്? അവന്റെ പക്കൽ 5 യവത്തപ്പവും 2 മീനുമുണ്ട്. ഇവിടെ ഒരു ബാലകനുണ്ട്. ഞാൻ ഇങ്ങനെ പറയട്ടെ, ഈ ഭാഗത്ത് നമുക്കറിയാവുന്നതുപോലെ ഈ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 1 മുതൽ 14 വരെ വായിച്ചു നോക്കിയാൽ, പഠിച്ചു നോക്കിയാൽ നമ്മുടെ കർത്താവ് 5 യവത്തപ്പവും 2 മീനും കൊണ്ട് വലിയൊരു പുരുഷാരത്തെ പോഷിപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. പുരുഷന്മാരുടെ എണ്ണം തന്നെ 5000-ഓളം പേർ. അങ്ങനെയാണെങ്കിൽ മിനിമം ഒരു 20,000 പേരെങ്കിലുമുള്ള ഒരു വലിയ കൂട്ടത്തിലേക്ക്, ഒരു ചെറിയ ബാലനിലേക്ക്, ഇംഗ്ലീഷിൽ എ ലാഡ് എന്ന് പറഞ്ഞാൽ ഒരു ചെറുക്കനെന്ന, ഒരു കൊച്ചു ചെറുക്കനിലേക്ക്, ഒരു കൊച്ചു പയ്യനിലേക്ക് ദൈവത്തിന്റെ സൂചിക തിരിയുകയാ. ശ്രദ്ധിച്ചു കേട്ടോണം. ഒരു മഹാപുരുഷാരത്തിൽ ഈ കൊച്ചു പയ്യൻ എന്തുണ്ട്? പക്ഷെ ഇന്ന് രാത്രി പറയാം,
ആ കൊച്ചു പയ്യനിലേക്കാണ് ഇന്ന് രാത്രി സ്വർഗം നമ്മുടെ ശ്രദ്ധ ഒന്ന് തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ വലിപ്പ ചെറുപ്പം ആർക്ക് പ്രശ്നമല്ല, ദൈവത്തിന് പ്രശ്നമല്ല. നമ്മൾ ആരാണെന്നുള്ളത് ദൈവത്തിന് പ്രശ്നമല്ല. ഇന്ന് രാത്രി പറയട്ടെ. പക്ഷേ അവിടെ നമ്മുടെ വിഷയത്തിലേക്ക് വന്നാൽ അമ്മമാരുടെ സ്വാധീനമാണല്ലോ. അവിടെ പേരെഴുതി വെച്ചിട്ടില്ലെങ്കിലും ഈ കൊച്ചു ബാലന്, നമ്മുടെ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ ആ കൊച്ചു ചെറുക്കന് ആരുണ്ട്? തീർച്ചയായിട്ടും ഒരമ്മയുണ്ട്. ഏതെങ്കിലും ഒരമ്മയുണ്ട്. ആ അമ്മയുള്ളത് കൊണ്ടാണല്ലോ അവൻ എന്ത് ചെയ്തത്? 5 യവത്തപ്പവും 2 മീനും കൊണ്ട് ആ ഭാഗത്തേക്ക് വന്നത് എന്നുള്ളത് കാണാൻ സാധിക്കും. അമ്മ മാത്രമല്ല, പിന്നെ ആരും ഉണ്ട്? ഞാൻ വിശ്വസിക്കുന്നു അവിടെ എഴുതിയിട്ടില്ല. ഉണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം. എന്തായാലും ജീവനോടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മാതാപിതാക്കന്മാർ ഈ ചെറിയ ബാലനെ ശ്രദ്ധയോടുകൂടെ വിടുമ്പോ അവന്റെ അമ്മയിൽ നിന്ന് ചില കാര്യങ്ങളൊന്ന് പറഞ്ഞ് മുൻപിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കാം. സമയം തീരുമ്പോൾ ഞാൻ എന്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. ഒന്നാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. ആ 9-ാം വാക്യം ഒന്നുകൂടെ ഞാൻ വായിക്കാം. 9-ാം വാക്യം ശ്രദ്ധിച്ചു കേൾക്കണം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 9-ാം വാക്യമാണ് ഒരിക്കലൂടെ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇവിടെ ഒരു ബാലകനുണ്ട്, അവന്റെ പക്കൽ 5 യവത്തപ്പവും 2 മീനുമുണ്ട്. ഇത് പറയുമ്പോ എന്റെ മനസ്സിലേക്ക് വരുന്നൊരു കാര്യം, ആ അമ്മയുടെ ഒന്നാമത്തെ പ്രത്യേകത എന്താ? ആ അമ്മയുടെ ഒന്നാമത്തെ പ്രത്യേകത ഇന്ന് രാത്രിയില് എന്നെ കേൾക്കുന്ന എല്ലാ അമ്മമാർക്കും ഉണ്ട്. എന്നാന്നറിയാമോ? ആ അമ്മയ്ക്ക് ഒരു നിർബന്ധം ഉണ്ടായിരുന്നു, എന്റെ ചെറുക്കന് എന്നാ ചെയ്യരുത്. അവന് ഒന്ന് പറഞ്ഞേ, എനിക്ക് കേൾക്കാം. നിങ്ങൾ കേൾക്കാൻ പറ്റത്തില്ലെങ്കിൽ ഉപദേശന്മാർക്ക് ദൂരെ ഇരുന്നാലും കേൾക്കാം. അതിന് ഭാഷയൊന്നും ആവശ്യമില്ല. നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാട്ടെ. ഈ പറയുന്ന അമ്മയ്ക്കുള്ള ഒന്നാമത്തെ നിർബന്ധം എന്താ? എന്റെ ചെറുക്കൻ എന്ത് ചെയ്യരുത്? വിശക്കരുത്. അല്ലെ? എന്റെ ചെറുക്കന് വിശക്കരുത്. അതുകൊണ്ടാണ് അവൾ എന്ത് ചെയ്തത്? ഈ കൊച്ചു ബാലന് സ്വന്തമായിട്ടൊക്കെ പോകുന്ന ബാലന, എന്തായാലും തന്നെ കഴിക്കാനൊക്കെ അറിയാവുന്ന ബാലന, അത്യാവശ്യം പ്രസംഗം കേട്ടാൽ മനസ്സിലാക്കാൻ പ്രായമുള്ള ബാലനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ബാലന് വിശക്കരുത് എന്നുള്ള നിർബന്ധം ഈ അമ്മയ്ക്കുള്ളത് കൊണ്ട് ഈ അമ്മ എന്ത് ചെയ്തു? വളരെ ബുദ്ധിമുട്ടി 2 മീനും 5 യവത്തപ്പവും അവന് കൊടുത്തു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എല്ലാ അമ്മമാർക്കും ഇതുണ്ട്. അപ്പൊ ഈ അമ്മയുടെ ഒന്നാമത്തെ പ്രത്യേകത, ഇവന് വിശക്കരുത് എന്ന നിർബന്ധം ഈ അമ്മയ്ക്കുണ്ട്. പക്ഷെ നമ്മുടെ ഫോക്കസ് ഒന്ന് തിരിയാനായിട്ട് പോവുകയാണ്. ഈ അമ്മയുടെ നിർബന്ധം ഇവന്റെ ഭൗതിക വിശപ്പ് മാത്രം അല്ലായിരുന്നു. ആ ഭൗതിക വിശപ്പ് മാത്രമാണെങ്കിൽ ഇവനെ എങ്ങോട്ട് വിടണ്ട? ഇത്രയും ബുദ്ധിമുട്ടി ഈ കർത്താവ് പ്രസംഗിക്കുന്ന സ്ഥലത്തേക്ക് വിടണ്ട. നമ്മുടെ ഇന്നത്തെ ഭാഷ പറയും, എടാ മീറ്റിങ്ങിനൊന്നും പോവണ്ട, അവിടെയൊക്കെ ഭയങ്കര ആളായിരിക്കും, നിനക്ക് അവിടെ ചെന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുകയില്ല. പണ്ടത്തെ ബാലസംഘം ക്യാമ്പുകളൊക്കെ നിങ്ങൾക്ക് ഓർമ്മ കാണും. നല്ല സൗകര്യങ്ങളൊന്നുമില്ല. എന്റെ കൊച്ചിലെയൊക്കെ വരുമ്പോ ഒരു ക്യാമ്പിന് വേണ്ടി കാത്തിരിക്കുന്ന ദിവസമുണ്ട്. വർഷത്തിൽ 4 ദിവസത്തെ ക്യാമ്പ് എന്ന് പറഞ്ഞാൽ അത് കർത്താവിനോടുള്ള ബന്ധത്തിന്റെ ദിവസങ്ങളാ. ഏതാണ്ട് വലിയൊരു ഉത്സവം പോലെ. ഇന്ന് പല ഭാരവാഹികൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ പിള്ളേരെ ക്യാമ്പിന് വിളിച്ചാൽ അവരാദ്യം ചോദിക്കുന്ന ഒരു കാര്യം, അവിടെ എന്തൊക്കെ സൗകര്യങ്ങളുണ്ട് എന്നുള്ളത്. ഒന്നോ കാഴ്ചപ്പാടിന് ഒന്ന് മാറ്റം കണ്ടോ? കാര്യം എന്താണെന്നറിയാമോ? ഈ അമ്മമാർ പലപ്പോഴും ഭൗതികമായ കാര്യത്തിൽ മാത്രമാണ് ശ്രദ്ധിക്കുന്നത്. പക്ഷെ ഈ അമ്മയുടെ സ്വാധീനം വ്യത്യാസം ഉണ്ടായിരുന്നു. ഈ അമ്മ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അവിടെ എഴുതി വെച്ചിട്ടില്ലെങ്കിലും ഈ കുഞ്ഞിനെ ഭൗതികമായ വിശപ്പിന് മാത്രമല്ല കൊടുത്തത്, മറിച്ച് ആത്മീക വിശപ്പിന് അവന് പരിഹാരം വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു അമ്മയാണ്. എന്താ കാര്യം എന്നറിയാമോ? ഭൗതിക വിശപ്പിന് 5 അപ്പവും 2 മീനും ധാരാളം, അല്ലെ? 5 അപ്പവും 2 മീനും യവത്തപ്പമാ. എനിക്ക് അറിഞ്ഞുകൂടെ, ഞാൻ കഴിച്ചിട്ടില്ല. 5 അപ്പവും 2 മീനും അത് ധാരാളം, ആ കുഞ്ഞു വയറിന് മതി. പക്ഷേ ആ അമ്മയ്ക്ക് ഒരു കാര്യം അറിയാമായിരുന്നു, എന്റെ മകന്റെ ആത്മിക വിശപ്പ് മാറ്റാൻ എനിക്ക് തനിയെ കഴിയുകയില്ല. അത് തന്നെയുമല്ല, ഈ ഭൗതിക അപ്പം കൊണ്ട് അവന് ദൈവത്തെ കണ്ടുമുട്ടാൻ കഴിയില്ല. അതുകൊണ്ട് ആ അമ്മ ഒരു കാര്യം ചെയ്തു, അവനെ ആത്മവിശപ്പ് മാറ്റുന്ന, ആത്മാക്കളുടെ ഇടയനും അധ്യക്ഷനുമായ, ആത്മാക്കളുടെ ഭാരത്തെ മാറ്റുന്ന യേശു കർത്താവിന്റെ പ്രസംഗം കേൾക്കാൻ അവന്റെ സാന്നിധ്യത്തിലേക്ക് പറഞ്ഞു വിടുന്ന ചരിത്രമാണ് കാണുവാൻ കഴിയുക. അപ്പൊ അമ്മമാരുടെ സ്വാധീനത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്താ? അവരുടെ ഭൗതിക വിശപ്പ് മാത്രമല്ല, മറിച്ച് ആത്മീക വിശപ്പ് കൂടെ മാറ്റാനായിട്ടുള്ള ആഗ്രഹമുള്ള അമ്മമാർ നമുക്കുണ്ടാവണം. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ ഞാൻ മാനിക്കുന്നു, മാതാപിതാക്കന്മാരോട് സ്നേഹത്തിൽ ഞാൻ ചോദിക്കുക, നിങ്ങളോട് എനിക്ക് ബഹുമാനമുണ്ട്, ആദരവുണ്ട്, എല്ലാം ശരിയാ. പക്ഷെ നിങ്ങൾ എന്തിലാ ഫോക്കസ് ചെയ്യുന്നത്? പ്രിയപ്പെട്ടവരെ, ഒരു നേരം നിങ്ങളുടെ കുഞ്ഞിന് ഭൗതികമായത് കിട്ടിയില്ലെങ്കിൽ എന്തുമാത്രം സങ്കടമുണ്ടാകും, എന്തുമാത്രം വിശപ്പുണ്ടാകും.
ഞാനും ഒരു പിതാവാ, എനിക്കും ഒരമ്മയുണ്ട്, എന്റെ മക്കൾക്കും ഒരമ്മയുണ്ട്, എനിക്കും സഹോദരങ്ങളുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ ആഹാരം കഴിക്കാതെ ഉറങ്ങിയാൽ ആ രാത്രി മാതാക്കന്മാർക്ക്, പിതാക്കന്മാർക്ക് ചിലപ്പോൾ ഉറങ്ങാൻ കഴിയില്ല. പക്ഷേ ഇന്ന് എന്റെ കുഞ്ഞ് വേദപുസ്തകം വായിക്കാത്തത് കൊണ്ട്, ഇന്ന് എന്റെ കുഞ്ഞ് പ്രാർത്ഥിക്കാതെ കിടക്കുന്നത് കൊണ്ട്, ഇന്ന് എന്റെ കുഞ്ഞ് ഒരു വാക്യം വായിക്കാത്തത് കൊണ്ട് ഉറങ്ങാത്ത എത്ര അമ്മമാരുണ്ട്? നിങ്ങൾ ഏത് കൂട്ടത്തിലാ? ഇന്ന് രാത്രി പ്രിയമുള്ളവരെ, ഭൗതിക വിശപ്പ് അത് സാരമല്ല. അത് സാരമല്ല എന്ന് പറഞ്ഞാൽ ഗണ്യമാക്കണ്ട എന്നല്ല, പക്ഷേ അതിലേറെ ആത്മാവിന്റെ വിശപ്പ് മാറ്റുന്ന, ആത്മവിശപ്പ് മാറ്റുന്ന, ആത്മാവിന്റെ ദാഹമകറ്റുന്ന, മാന്നീർത്തോടുകളിലേക്ക് ചെല്ലുന്നത് പോലെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്ന കുഞ്ഞുങ്ങളുമായുള്ള മാതാപിതാക്കന്മാർ നമുക്കുണ്ടായെങ്കിൽ മാത്രമേ അടുത്ത തലമുറ ദൈവത്തെ അന്വേഷിക്കുന്നവരായിട്ട് തീരത്തും. ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ, പത്രോസിന്റെ 1-ാം ലേഖനം 5-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം നമുക്കറിയാവുന്നതാണ്. 1 Peter chapter 5 verse 8. 1 പത്രോസിന്റെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം നമ്മൾ വായിക്കുന്നു, പ്രതിയോഗിയായ പിശാച് കഴിയുമെങ്കിൽ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞവൻ ചുറ്റി നടക്കുകയാ. ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ക്ഷമിക്കണം, വളരെ ചിന്തിച്ചുകൊണ്ടാണ് ഞാനത് ചോദിക്കുന്നത്. നിങ്ങളും ചിന്തിക്കണം. നമ്മളൊക്കെ തെറ്റിപ്പോകുന്നവരാ, അല്ലെ? നമ്മളൊക്കെ തെറ്റിപ്പോകുന്നത്. തെറ്റു വരാത്ത ആരും ഭൂമിയിലില്ല, ദൈവം ഒഴികെ. പക്ഷെ ഏറ്റക്കുറച്ചിലുണ്ട്. ഇത്രയും സ്ട്രിക്റ്റായ മാതാപിതാക്കന്മാർക്ക്, നേരം തെറ്റാതെ വചനം പഠിപ്പിച്ച മാതാപിതാക്കന്മാർക്ക്, പ്രാർത്ഥിക്കുവാൻ മുട്ടുകുത്തുന്ന മാതാക്കളുള്ള നമുക്ക് ഇത്രയും തെറ്റു വരുമെങ്കിൽ നാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കർത്താവിനെ കൊടുക്കാതിരുന്നാൽ, ഭൗതികമായ വിഷയത്തെക്കാൾ അവരുടെ ആത്മാവിന്റെ വിശപ്പിന് പ്രാധാന്യം കൊടുക്കാതിരുന്നാൽ, ഹൃദയത്തിൽ തട്ടി ഞാൻ ചോദിക്കട്ടെ, പിശാച് അവരെ എങ്ങനെ നശിപ്പിക്കാതെ? നമ്മൾ പറയും നമ്മുടെ കുഞ്ഞുങ്ങൾ തെറ്റിപ്പോയെന്ന്, നമ്മൾ പറയും കുഞ്ഞ് പഠിക്കാൻ പോയിടത്ത് തെറ്റായ കാര്യത്തിൽ പോയെന്ന്, നമ്മൾ പറയും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ചില കുഴപ്പങ്ങൾ വന്നുവെന്ന്, നമ്മൾ പറയും നമ്മുടെ കുഞ്ഞുങ്ങൾ അനുസരിക്കുന്നില്ല എന്ന്. ശരി തന്നെയാ. പക്ഷെ ആരാണ് യഥാർത്ഥ കൾപ്രിറ്റ്? ആരാണ് യഥാർത്ഥ കുറ്റവാളി? ആ കുറ്റം എത്തി നിൽക്കുക ദൈവസന്നിധിയിൽ നമ്മുടെ നേരെയല്ലേ? നാം അവർക്ക് ഭൗതിക വിശപ്പിന് കൊടുത്തു, അവർക്ക് വേണ്ടതെല്ലാം വാങ്ങിക്കൊടുത്തു. അവർ ചോദിക്കുന്ന ഏതെങ്കിലും പിതാക്കന്മാർക്ക് ഇത് ഹൃദയത്തിൽ കയറട്ടെ. ഏതെങ്കിലും വലിയമ്മമാർക്ക്, ഏതെങ്കിലും വലിയപ്പന്മാർക്ക്, സഭാ ശുശ്രൂഷകന്മാർക്ക് ഹൃദയത്തിലൊന്ന് കയറട്ടെ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ചോദിക്കുന്നതെല്ലാം നിങ്ങൾ ഇന്ന് രാത്രി കൊടുക്കുന്നു. പക്ഷെ ഇന്ന് രാത്രി നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ആത്മവിശപ്പിന് വേണ്ടിയുള്ള ദൈവത്തിന്റെ വചനത്തെ കൊടുക്കുവാൻ ഭാരമുള്ള എത്ര പേരുണ്ട്? പ്രിയമുള്ളവരെ, ഈ വലിയ ചിന്ത നമ്മുടെ ഹൃദയത്തിലേക്ക് വരണം. ഞാന് കേട്ടിട്ടുള്ളതും മനസ്സിലാക്കുന്നതും എന്റെ കൊച്ചിലെ ഞാൻ അനുഭവിച്ചിട്ടുള്ളതുമായ കാര്യം, എന്നെക്കാൾ മുതിർന്നവർക്ക് ഒത്തിരി അനുഭവമുണ്ട്. ഒരു കാലം നമ്മളത് ഭൂമിയുടെ എല്ലാ ഭാഗത്തുമുള്ള കുടുംബങ്ങൾക്ക് ഈ പറയാൻ പോകുന്ന കാര്യം പ്രാക്ടീസ് ഉണ്ടായിരുന്നുവെന്ന് വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവർക്കറിയാം. ഒരു കാലഘട്ടത്തിൽ കുറച്ച് നാളുകൾക്ക് മുൻപ് വരെ കുടുംബ പ്രാർത്ഥനയ്ക്ക് മുൻപ് ആഹാരം വിളമ്പിയിരുന്നില്ല. ശരിയല്ല ഞാൻ പറയുന്നത്? എത്ര പേർക്കൊന്ന് തലകുലിക്കാതെ സമ്മതിക്കാൻ പറ്റും? അങ്ങനെ ഒരു കാലം നമുക്കുണ്ടായിരുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരു വാക്യം പഠിച്ചു കേൾപ്പിക്കാതെ, കുടുംബ പ്രാർത്ഥന കഴിയാതെ, വേദപുസ്തകം വായിക്കാതെ അവർക്ക് കഞ്ഞി വിളമ്പുവാൻ അമ്മമാരും അപ്പന്മാരും തയ്യാറല്ലായിരുന്നു. ആരെങ്കിലും ചെയ്താൽ ചുട്ടയടി അവർക്ക് ലഭിക്കുമായിരുന്നു. ഇന്ന് പല സീരിയലുകളുടെ ഇടയ്ക്കാണ് കുടുംബ പ്രാർത്ഥന. ഒരാൾ എന്നോട് പറഞ്ഞു, ബ്രദറെ, ഇല്ല അതിന്റെയും ഇല്ല ഇതിന്റെയും ഇടയ്ക്കുള്ള സമയത്താണെങ്കിൽ 5 മിനിറ്റ് കിട്ടുമെന്ന് പറഞ്ഞു. ഏതാണ് അതൊന്നും ഇതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങളുടെ വീട്ടിൽ സീരിയൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വേണ്ടാത്ത കാര്യങ്ങളുടെ ഇടയ്ക്കാണ് കുടുംബ പ്രാർത്ഥന നടത്തുന്നതെങ്കിൽ സംശയം വേണ്ട, നിന്റെ കുഞ്ഞ് കൈവിട്ടു പോകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. എന്നാൽ അവൻ ആഹാരം കൊടുക്കുന്നതിന് മുൻപ്, അവന് ഭൗതികമായ വിശപ്പിന് ചൂട് കഞ്ഞി വിളമ്പുന്നതിന് മുൻപ്, നീ ഒരുക്കുന്ന ചപ്പാത്തി കൊടുക്കുന്നതിന് മുൻപ് ആദ്യം ദൈവത്തിന്റെ വചനം അവന്റെ ഹൃദയത്തിലേക്കൊന്ന് പകർന്നു കൊടുത്തേ. അതായിരുന്നു ഈ അമ്മയുടെ ഒന്നാമത്തെ പ്രത്യേകത. ആ അമ്മ ഭൗതിക വിശപ്പിനോടൊപ്പം വളരെ ബുദ്ധിമുട്ടി എത്രയോ ദൂരം നടന്ന്, വാഹന സൗകര്യങ്ങൾ തുലോം ചുരുക്കമായ ആ നാളുകളിൽ ആ അമ്മ ആ കുഞ്ഞിനെ ആരുടെയൊക്കെ കൂടെയോ, ഒരുപക്ഷെ അവളും കാണും, എനിക്ക് അറിഞ്ഞുകൂടാ, ആ കുഞ്ഞിനെ കർത്താവിന്റെ സന്നിധിയിലേക്ക് പറഞ്ഞു. പ്രിയമുള്ളവരെ, ഇന്ന്
അടുത്ത തലമുറയോർത്ത് കരയുമ്പോ ഇതുകൂടെ മറക്കണ്ട. വെറുതെ കരഞ്ഞിട്ടൊന്നും കാര്യമില്ല. ചെയ്യാനുള്ളത് ആദ്യം ചെയ്യുക. നിന്റെ വീട്ടിലൊരു ക്രമം വരുത്തുക. നിന്റെ കുടുംബ പ്രാർത്ഥനയൊന്ന് നേരെയാക്ക. രാവിലെ നീ ഒന്ന് എഴുന്നേക്ക. ഞങ്ങളുടെ പപ്പ പണ്ട് ഇങ്ങനെ പാടി, മാതാപിതാക്കന്മാർ പാടാറുണ്ടായിരുന്നു. ഇന്ന് പിള്ളേർക്ക് അത് അറിയാമോ എന്ന് എനിക്കറിയാല. പെരുമീൻ ഉദിച്ചു, നമ്മൾ പാടാറുണ്ട്. പെരുമീൻ ഉദിച്ചു വാനവിരവിൽ ഉഷകാലം വന്നിങ്ങടുത്തുവല്ലോ. ഇപ്പോഴത്തെ പിള്ളേർ ചോദിക്കും അതേത് മീനാണ്? ശരിയല്ലേ? അവർക്കറിഞ്ഞുകൂടാ. സൂര്യൻ ഉദിച്ചാലും എഴുന്നേൽക്കാത്ത മാതാപിതാക്കന്മാരും സൂര്യൻ ഉദിച്ചാലും എഴുന്നേൽക്കാത്ത കുഞ്ഞുങ്ങളും ദൈവമുഖം കണ്ടുണരാത്ത മാതാപിതാക്കന്മാരും കുടുംബങ്ങളുമാകുമ്പോ എങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആത്മവിശപ്പ് മാറും? അവരെങ്ങനെ തെറ്റിപ്പോകും? അവരെ എങ്ങനെ സ്വാധീനിക്കാൻ നമുക്ക് കഴിയും? ഇന്ന് രാത്രി വലിയ ചോദ്യം ഹൃദയത്തിൽ നിന്ന് കയറട്ടെ. ഈ അമ്മയുടെ നല്ല ഗുണം, അവൾ കൊടുത്തത് ഭൗതിക വിശപ്പിനുള്ള 5 അപ്പവും 2 മീനും മാത്രമല്ല. പ്രത്യുത ഈ അമ്മ കൊടുത്തത് എന്താണെന്നറിയാമോ? ഈ അമ്മ ആത്മവിശപ്പിനും കൊടുത്തു. ഇന്ന് രാത്രി എത്ര പേർക്ക് ഈ ചോദ്യത്തിന് ഒന്ന് ക്രമമായി ദൈവത്തോട് ഉത്തരം പറയാൻ കഴിയും? കർത്താവേ, എന്റെ കുഞ്ഞിന്റെ കാര്യം ഓർത്ത് ഞാൻ കരയുന്നുവെന്ന്. കർത്താവേ, അവന്റെ ഭൗതിക വിശപ്പിലപ്പുറം അവന്റെ ആത്മീക വിശപ്പിനെ കൊടുക്കുവാൻ എനിക്ക് മനസ്സുണ്ട്. കർത്താവേ, എനിക്ക് തെറ്റുപറ്റിപ്പോയി, എനിക്കത് കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഇന്ന് രാത്രി എന്റെ കുഞ്ഞിനെ ഓർത്ത് കരയുവാൻ, അവന്റെ കയ്യിൽ ഈ കറുത്ത ബൈൻഡിട്ട പുസ്തകം ഒന്ന് കാണുവാൻ ഞാൻ സന്തോഷിക്കുന്നു എന്ന് പറയുന്ന എത്ര മാതാക്കന്മാർ? ഇന്ന് രാത്രി ചോദ്യം നിങ്ങളോടാണ്, മറ്റാരോടുമല്ല. ഉത്തരം പറയണം. അതാണ് ആ അമ്മയുടെ ഒന്നാമത്തെ സ്വാധീനം. രണ്ടാമത്തെ കാര്യം കാണാൻ കഴിയുന്നത്, ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകാം, ആ അമ്മയെയും മകനെയും കർത്താവിന് അറിയാമായി. യാദൃച്ഛികമായിട്ടൊന്നും അവർ ചെന്നതല്ല. ഞാനത് വിശദീകരിക്കാം. ആ അമ്മയെയും മകനെയും കർത്താവിന് നന്നായിട്ട് അറിയാമായിരുന്നു. എന്തറിയാമായിരുന്നു? അവര് കൊടുക്കുന്നവരാണെന്ന് സർവജ്ഞാനിക്ക് അറിയാമായിരുന്നു. പിശുക്കോടൊന്നും കർത്താവിന് വേണ്ട. സൈമൺ സാർ ഇങ്ങനെ പാടിയിട്ടുണ്ട്, ബുദ്ധിമുട്ടി കൊടുക്കുന്നത്. നമ്മൾ ആ പാട്ടിന്റെ വരികൾ ഞാൻ അങ്ങ് മറന്നു പോകുന്ന ആശയം ഇതാണ്. നമ്മൾ പൂർണ്ണ മനസ്സോടേകിടാത്ത ദേവപൂജയെ, ആദി മനസ്സോടേകിടുന്ന ദേവപൂജയെ പരൻ സ്വീകരിച്ചിടാ ഫലമാശിഷായി വരാം. പാതി മനസ്സോടൊന്നും എന്റെ കർത്താവിന് വേണ്ട. ബുദ്ധിമുട്ടിയൊന്നും കൊടുക്കണം, അങ്ങനെയൊന്നും കർത്താവിന് വേണ്ട. പൂർണ്ണ മനസ്സോടെ കൊടുക്കണം. ഈ അമ്മയെയും മകനെയും പറ്റി കർത്താവിന് ഒരു അറിവുണ്ടായി. ആ അറിവ് എന്താണെന്നറിയാമോ? എന്റെ മുമ്പിലിരിക്കുന്ന ഈ ചെറിയ ബാലനും അവന്റെ അമ്മയും അവരുടെ കയ്യിലുള്ള 5 യവത്തപ്പവും 2 മീനും എന്റെ നാമത്തിന്റെ മഹത്വത്തിനായി തരും എന്നുള്ള അറിവ് കർത്താവിനുണ്ടായി. അതാ കർത്താവ് ചോദിച്ചത്, അതാ കർത്താവിന് വേണ്ടിയിരുന്നത്. ഇന്ന് രാത്രി ഈ വലിയ അറിവ് സർവജ്ഞാനിക്ക് നമ്മളെ പറ്റിയുണ്ടോ? സ്വർഗത്തിന്റെ പദ്ധതികൾക്കായിട്ട് നമ്മുടെ കയ്യിലുള്ളത് കൊടുക്കുമെന്ന് കർത്താവിന് നമ്മളെ പറ്റി അറിയാനായിട്ട് കഴിയുന്നുണ്ടോ? ഇന്ന് രാത്രി പ്രിയമുള്ളവരെ, ഒരു വലിയ കാര്യം ഞാൻ പറഞ്ഞ് മുമ്പിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുക. ആദ്യം എന്താ കൊടുക്കണം? ആദ്യം നമ്മെ കൊടുക്കണം. നമ്മെ കൊടുത്തു കഴിയുമ്പോൾ നമുക്കുള്ളത് കൊടുക്കുവാൻ യാതൊരു ബുദ്ധിമുട്ടും നമുക്ക് ഉണ്ടാവത്തില്ല. ശരിയല്ലേ? ഈ കുഞ്ഞിന് ആ അമ്മ പഠിപ്പിച്ച പാഠം അതാണ് എന്ന് ഞാൻ വിശ്വസിക്കാം. ആ അമ്മ കൊടുക്കുന്നവളാണ്, അതുകൊണ്ട് ആ കുഞ്ഞും കൊടുക്കുന്നവനായി തീർന്നു. ഇന്ന് രാത്രി പറയട്ടെ, സർവജ്ഞാനിയായ ദൈവം ഈ പിഞ്ചു ബാലന്റെ കരങ്ങളിൽ നിന്ന് 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി പിതാവിനെ വാഴ്ത്തി അത് ബഹുസഹസ്രം ജനങ്ങൾക്ക് കൊടുക്കുമ്പോ, അയ്യോ, ദൈവപുത്രനെ നന്നായിട്ട് അറിയാമായിരുന്നു, സർവജ്ഞാനിക്ക് അറിയാമായിരുന്നു, കൊടുക്കുന്നതിൽ ചങ്കിനൊട്ടും വിഷമം ഇവർക്കുണ്ടാവത്തില്ല. പണ്ടൊരപ്പച്ചൻ സഭാഹോളിൽ തലയ്ക്ക് കൈ കൊടുത്തു കുത്തിയിരുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടില്ല, ചോദിക്കരുത്, കേട്ടിട്ടുണ്ട്. ശരിയാണെന്നാണ് എന്റെ ബോധ്യം. അപ്പച്ചൻ ഇങ്ങനെ തലയ്ക്ക് കൈയും കൊടുത്ത്, അപ്പച്ചന് ചില പിശുക്കനായിരുന്നു ആള്. അപ്പച്ചൻ സ്തോത്രകാഴ്ച എണ്ണുന്ന സമയത്ത് ഇങ്ങനെ വിഷമിച്ചിരിക്കുക. അപ്പൊ അപ്പച്ചനോട് സഭയിലുള്ളവരൊക്കെ ചോദിച്ചു, എന്തിനാ അപ്പച്ച സങ്കടപ്പെടുന്നത്? പ്രത്യേകിച്ച് ഇവിടെ ഒന്നും സങ്കടപ്പെടാൻ ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പച്ചൻ പറഞ്ഞു, മോനെ 10 രൂപയാ ഇടണമെന്ന് വിചാരിച്ചത്, പക്ഷെ അറിയാതെ ഇട്ടത് 500 ആയിപ്പോയി. ഇതായിരുന്നു അപ്പച്ചന്റെ വിഷമം. സഭയിലുള്ളവർ നല്ലവരായിരുന്നത് കൊണ്ടും ദൈവം അവനേക്കാൾ അഭിമാനി ആയതുകൊണ്ടും ആ 500 എടുത്ത് തിരിച്ചു കൊടുത്ത് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എന്തിനാ വിഷമിക്കുന്നത്? ഇങ്ങനെയുള്ളവരെ ദൈവം വേണ്ട. ദൈവത്തിന് ആവശ്യം ഈ സർവജ്ഞാനിക്കറിയാമായിരുന്നു ഈ ബാലനും ഈ അമ്മയും ഉള്ളത് കൊടുക്കുന്നതിൽ സന്തോഷിക്കുന്നവരായി. ഞാൻ ഒരു വാക്ക് ഇങ്ങനെ പറഞ്ഞ് മുമ്പിലേക്ക് പോകാം.
കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എളുപ്പ. എല്ലാരും പ്രാർത്ഥിക്കുന്ന കാര്യം, ക്ഷമിക്കണം, ഉള്ളത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. എല്ലാരും പ്രാർത്ഥിക്കും, കർത്താവേ എന്റെ സഭയിലെ ഇന്നാരുടെ മോനെ നീ കർത്താവിന്റെ വേലയ്ക്കായിട്ട് വിളിക്കണേ. നിന്റെ മകന്റെ കാര്യം എന്താ പറയുക? നിന്റെ മകനെ കർത്താവിന്റെ വേലയ്ക്ക് വിടാൻ നീ പ്രാർത്ഥിക്കുന്നുണ്ടോ? താങ്കളുടെ മകളെ കർത്താവിന്റെ വേലയ്ക്ക് കൊടുക്കാൻ പ്രാർത്ഥിക്കുന്നുണ്ടോ? അങ്ങനെ കൊടുക്കാനായിട്ട് പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ നീ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന സ്വർഗം കേൾക്കുകയല്ല. ശരിയല്ല ഞാൻ പറയുന്നത്? കാര്യം ദൈവത്തിനൊരു നിർബന്ധമുണ്ട്. ദൈവം പൂർണ്ണ മനസ്സോടെ കൊടുക്കുന്നവർ അവന്റെ മുൻപിലുണ്ട് എന്ന് അറിഞ്ഞത് കൊണ്ടാണ് ഈ ബാലന്റെ കയ്യിൽ നിന്ന് അത് വാങ്ങിച്ചത്. അത് അമ്മയുടെ സ്വാധീനമാണ്. ആ അമ്മ പഠിപ്പിച്ചതാ. മൂന്നാമത്തെ കാര്യത്തിലേക്ക് വരാം. ഒരു കാര്യം കൂടെ ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകട്ടെ. 6-ാം വാക്യത്തിലേക്ക് വരിക. 6-ാം വാക്യത്തിലേക്ക് വരുമ്പോ നമ്മൾ വായിക്കുന്നുണ്ട്, ഇതവനെ പരീക്ഷിപ്പാൻ അത്ര ചോദിച്ചത് പറഞ്ഞിട്ട് താൻ എന്ത് ചെയ്യുവാൻ പോകുന്നു എന്ന് അറിഞ്ഞിരുന്നു. എന്നിട്ട് താഴേക്ക് വരുമ്പോൾ ഫിലിപ്പോസ് അവനോട്, ഓരോരുത്തന് അല്പാൽപ്പം ലഭിക്കേണ്ടതിന് 200 പണത്തിന് അപ്പം മതിയാകയില്ല എന്ന് പറഞ്ഞാൽ വലിയൊരു പുരുഷാരം. ആ പുരുഷാരത്തിന്റെ മധ്യയില് ഈ കൊച്ചു ചെറുക്കൻ ഇത് കൊടുക്കാൻ നേരത്ത് അവന്റെ പരിമിതി അവൻ ഓർത്തില്ല, അവന്റെ ലിമിറ്റേഷൻ അവൻ ഓർത്തില്ല. ഇത് അമ്മയുടെ സ്വാധീനമാണ് എന്ന് പറഞ്ഞാൽ ലിമിറ്റേഷൻ ഓർത്തിരുന്നെങ്കിൽ അവന് കൊടുക്കാനായിട്ട് കഴിയുമായിരുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞതിന്റെ ആശയം. എന്ത് വേണമെങ്കിൽ ചിന്തിക്കാം. അവന് വേണമെങ്കിൽ എന്നാ ചിന്തിക്കാം? അവന് വേണമെങ്കിൽ ചിന്തിക്കാം, അവൻ നോക്കുമ്പോ പുരുഷന്മാർ 5000. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മിനിമം ഒരു 10-20,000 പേരെങ്കിലും കാണുമെന്നാണ് വേദപണ്ഡിതന്മാർ പറയുന്നത്. അപ്പൊ 20,000 പേരുള്ള അല്ലെങ്കിൽ അതിലേറെയുള്ള സഹസ്രം ജനങ്ങൾ വരുന്ന ഈ വലിയ പുരുഷാരത്തെ കണ്ടിട്ട് ഈ ചെറിയ ബാലൻ അവന്റെ കയ്യിലിരിക്കുന്ന കേവലം 5 യവത്തപ്പവും 2 മീനും കയ്യിൽ വെച്ചിട്ട് അവൻ ഇങ്ങനെ ചിന്തിച്ചുവെന്നിരിക്കട്ടെ, കർത്താവേ എനിക്ക് കൊടുക്കണമെന്ന് മനസ്സുണ്ട്, പക്ഷേ ഈ 5 അപ്പവും 2 മീനും കൊടുത്താൽ ഇത് ആർക്ക് തികയും എന്നുള്ള നെഗറ്റീവായ ചിന്താഗതി, അവന്റെ പരിമിതിയുടെ ചിന്താഗതി അവന്റെ ഹൃദയത്തിലേക്ക് വന്നിരുന്നെങ്കിൽ അവന് കൊടുക്കാൻ കഴിയുമായിരുന്നില്ല. പക്ഷെ അമ്മ ഒരു കാര്യം അവനെ പഠിപ്പിച്ചിട്ടുണ്ടായി. എന്താണെന്നറിയാമോ? മോനെ, നിന്റെ കയ്യിൽ ഉള്ളത് എന്താണോ അതെന്ത് ചെയ്താൽ മതി, അത് സന്തോഷത്തോടെ കൊടുത്താൽ മതി, അത് സന്തോഷത്തോടെ കൊടുത്താൽ മതി. ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയാം. എന്റെ പ്രിയപ്പെട്ട മാതാക്കന്മാർ, എന്റെ പ്രിയപ്പെട്ട പിതാക്കന്മാർ, എന്റെ സഹശുശ്രൂഷകന്മാർ, എന്റെ ദൈവജനത്തോട് ഞാൻ പറയട്ടെ, മക്കളോട് പറയേണ്ടത് എല്ലാം തികഞ്ഞിട്ട് കൊടുക്കാമെന്നല്ല. ആണോ? അങ്ങനെ ഒരു കാലം നമുക്ക് ഉണ്ടാവത്തില്ല. ഉണ്ടാവോ? ആവശ്യങ്ങളൊന്നും. അതുകൊണ്ടാണ് മലയാള കവി ഇങ്ങനെ പാടിയിട്ടുള്ളത്, 1 കിട്ടിയാൽ 10 വേണമെന്നും, 10 വേണമെങ്കിൽ 100 100ആകുമ്പോൾ സഹസ്രം വേണമെന്നും, സഹസ്രമാകുമ്പോൾ അത് 1,00,000 ആഗ്രഹമുണ്ടാകും. ശരിയല്ലേ? എന്ന് വെച്ചാൽ ആവശ്യം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. ഈ ചെറുക്കൻ ഇങ്ങനെ നോക്കിയ വലിയ പുരുഷാരം, ആ പുരുഷാരത്തിന്റെ കയ്യിൽ അവന്റെ മുൻപിൽ ഇരിക്കുമ്പോ അവന്റെ കയ്യിൽ കേവലം 5 അപ്പവും 2 മീനും. കർത്താവേ ഇത് കൊടുത്താൽ എന്തായി തീരും, ഞാൻ ലജ്ജിതനായി തീരുമോ എന്ന ചിന്ത അവനിലേക്ക് വന്നില്ല. ഇന്ന് രാത്രിയില് എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാർ സ്വാധീനം ചെലുത്തേണ്ടുന്ന മറ്റൊരു വിഷയമാണ് പരിമിതികൾ അറിയുന്ന ഒരു ദൈവത്തിന് അതൊരു പരിമിതിയല്ല. പരിമിതി ഉണ്ടെങ്കിലും കൊടുക്കാനായിട്ട് അവരെ പഠിപ്പിക്കുക. ഇന്ന് രാത്രി എന്താണോ കയ്യിലുള്ളത് അത് കർത്താവിന്റെ വേലയ്ക്ക്, അവരുടെ ജീവിതം കർത്താവിന് കൊടുക്കാം. അവർ ദൈവത്തിന് വേണ്ടി അധ്വാനിക്കട്ടെ. ഒരുപക്ഷെ ജോലിയോട് കൂടെയാണെങ്കിൽ അവർ ചെയ്യുന്ന ജോലി ദൈവനാമത്തിന്റെ മഹത്വത്തിനായി തീരട്ടെ. അവർക്കുള്ളതിന്റെ പ്രയോറിറ്റി കർത്താവിന് കൊടുക്കട്ടെ. മറ്റൊരു വിഷയത്തിലേക്ക് കടന്നു വന്നിട്ട് 1-2 കാര്യം കൂടെ പറഞ്ഞ സമയത്ത് തന്നെ ഞാൻ അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുക. ഈ പയ്യൻ കൊടുക്കാൻ വേണ്ടി തയ്യാറായപ്പോ അമ്മ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കാം. എന്താണെന്നറിയാമോ? അമ്മ കൊടുക്കാൻ പഠിപ്പിച്ച ഒരു കാര്യത്തെ പറ്റി പറയുമ്പോ തക്ക സമയത്ത് കൊടുക്കാൻ ഈ അമ്മ പഠിപ്പിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇൻ ഡ്യൂ ടൈം, ആ ശരിയായ സമയത്ത് കൊടുക്കാനായിട്ട് അവള് പഠിപ്പിച്ചു. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ആ സമയം ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക, മനസ്സിലൊന്ന് കണ്ടു നോക്കുക. കർത്താവിന്റെ ഹൃദയത്തിൽ ഭാരമുണ്ട്. അവിടുന്ന് ദൈവപുത്രനാണ്, ആ രീതിയിലല്ല ഞാൻ പറയുന്നത്. ഈ ജനത്തെ പറ്റിയുള്ള ഭാരം കർത്താവിനുണ്ട്, ഇല്ലയോ? ശിഷ്യന്മാരോ? അവരാണെങ്കിൽ ആകെപ്പാടെ ടെൻഷൻ അടിച്ച് സമ്മർദ്ദം കൊണ്ട് നടക്കുക. കാരണം കർത്താവ് പറഞ്ഞു നിങ്ങൾ കൊടുക്കാൻ. അവരാകെപ്പാടെ പരസ്പരം മുഖത്ത് നോക്കി. അവര് വിചാരിച്ചു കാണും, ഈ കർത്താവ് എന്തുവായി പറയുന്നത്, ഞങ്ങൾ കൊടുക്കാനും. അതുകൊണ്ട് അവരാകെപ്പാടെ ആഗ്രഹപ്പെട്ടു. ഇതെല്ലാം കണ്ടപ്പോ
ആ കുഞ്ഞിന്റെ ഹൃദയത്തിൽ ആ മാതാപിതാക്കന്മാർ പഠിപ്പിച്ച ഒരു കാര്യം കടന്നു വന്നു എന്ന് ഞാൻ ചിന്തിക്കുക. അതെന്താണെന്നറിയാമോ? തക്ക സമയത്ത് കൊടുക്കുക. ആ യഥാർത്ഥമായ നീഡി ടൈമിൽ, ആ പ്രത്യേകമായ ആവശ്യത്തിന്റെ സമയത്ത് തന്റെ പരിമിതികൾ ഒന്നും ഓർക്കാതെ അവൻ കൊടുത്തത് കൊണ്ട് ദൈവം അവനെ അനുഗ്രഹിക്കുകയും അവനെ മാനിക്കുകയും ചെയ്തു. വേദപുസ്തകത്തിൽ ഒരു വാക്യം പറഞ്ഞിട്ട് അടുത്ത ഭാഗം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക. നമുക്കറിയാം സദൃശവാക്യം പ്രോവേർബ്സ് ചാപ്റ്റർ 25 വേഴ്സ് 11. സദൃശവാക്യം 25-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം. സദൃശവാക്യം പ്രോവേർബ്സ് ചാപ്റ്റർ 25 വേഴ്സ് 11. സദൃശവാക്യം 25-ന്റെ 11. നമുക്കറിയാം തക്ക സമയത്ത് പറയുന്ന വാക്ക് വെള്ളിത്താലത്തിൽ പൊന്നാരങ്ങ പോലെ. വാക്കിനെ പറ്റി മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പ്രവൃത്തിയുടെ കാര്യത്തിലും തക്ക സമയത്ത് ചെയ്യുന്നത് വെള്ളിത്താലത്തിലെ പൊന്നാരങ്ങ പോലെയാണ്. ഇന്ന് രാത്രിയില് കർത്താവ് ഒരു കാര്യം ചെയ്യാൻ പ്രേരിപ്പിച്ചാൽ ആരെന്നും നോക്കണ്ട, എന്തെന്നും നോക്കണ്ട, സമയവും നോക്കണ്ട, പരിമിതിയും നോക്കണ്ട, ചെയ്യാൻ ദൈവം തോന്നിപ്പിച്ചാൽ എന്ത് ചെയ്തോണം. അല്ലെങ്കിൽ നാളെ ചിലപ്പോൾ ചെയ്യാൻ പറ്റുകയില്ല. നാളെ ചെയ്യാൻ പറ്റുകയില്ല. കാര്യം എന്നാ? കർത്താവ് തന്റെ മക്കളെ പ്രേരിപ്പിക്കുമ്പോ, ഏലിയാവിന്റെ ദൈവം ജീവിക്കുന്ന ഒരു ദൈവമാ. ആ ദൈവം ചിലരുടെ ഹൃദയത്തിൽ ഒരു ഭാരം നൽകുമ്പോ മറുഭാഗത്ത് ആരൊക്കെയോ ആവശ്യവുമായിട്ടുണ്ട്. നാം അവരെ കാണുന്നില്ലെങ്കിലും, നാം അവരെ അറിയുന്നില്ലെങ്കിലും, അവരെ അറിയുന്ന ഒരു സ്വർഗത്തിന്റെ ദൈവമാണ് നമ്മളോട് ഇടപെടുന്നത്. അവൻ വിശ്വസ്തന. ഈ അമ്മ ആ കുഞ്ഞിനോട് പറഞ്ഞു കൊടുത്തൊരു പാഠമതായിരുന്നു, മോനെ, ഡ്യൂ ടൈമിൽ, കറക്റ്റ് സമയത്ത്, നിനക്ക് കൊടുക്കേണ്ടുന്ന സമയത്ത് നിന്റെ പരിമിതി നോക്കാതെ നീ കൊടുത്തോണം. ഇന്ന് എത്ര അമ്മമാർക്ക് ഈ സ്വാധീനം കൊടുക്കാൻ പറ്റും? കൊടുക്കാൻ പറ, എന്തായാലും കൊടുക്കാൻ പറ. ദൈവത്തിന് കൊടുത്തിട്ട് ആരും അവൻ കടക്കാരനായിട്ടില്ല. അവസാനത്തെ കാര്യം കൂടെ പറഞ്ഞ് ഇന്ന് രാത്രി സമയപരിധിയില് ഞാൻ അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുക. ഈ അമ്മയും മോനെയും നമ്മൾ ആരും അറിയുന്നില്ല. അറിയുന്നുണ്ടോ? ഈ അമ്മയുടെ പേരെന്തുവാ? എനിക്കറിയത്തില്ല, വേദപുസ്തകത്തിൽ എഴുതി വെച്ചിട്ടില്ല. ആ പേര് പറഞ്ഞ ഒരു സുവിശേഷകന്മാരെയും ഞാൻ കണ്ടിട്ടുമില്ല, ഒരു പ്രസംഗന്മാരെയും ഞാൻ കണ്ടിട്ടില്ല. ആ പേര് നമുക്കറിയത്തില്ല. ആ ചെറുക്കന്റെ പേരോ ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, കർത്താവേ, ഈ പയ്യന്റെ പേരെങ്കിലും ഒന്ന് അവിടെ ഒന്ന് എഴുതി വെച്ചായിരുന്നെങ്കിൽ നല്ലതായിരുന്നു, അവനെ ഒന്ന് അറിയാൻ പറ്റുമായിരുന്നു. ഇല്ല. പക്ഷെ ഞാൻ ഒരു കാര്യം വിശ്വസിക്കുക, ഇന്ന് രാത്രി ശ്രദ്ധിച്ച് കേട്ടോണേ, ചെവി തുറന്ന് കേട്ടോണേ, കാതുള്ളവര് കേട്ടോണേ. ഇന്ന് രാത്രി ഒരു കാര്യം പറയട്ടെ, ആ അമ്മയെയും മകനെയും ആരും ഇന്നും അറിയുന്നില്ല, പക്ഷേ ഒരിക്കൽ നമ്മൾ അവരെ അറിയും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഒരു സദസ്സിൽ നമ്മൾ അവരെ കാണും. ആ സദസ്സ് നിങ്ങളുടെ മനസ്സിലേക്കൊന്ന് വരട്ടെ. ആ സദസ് സ്വർഗത്തിന്റെ സദസ്സ്. കർത്താവ് വരുമ്പോ വിശുദ്ധന്മാരൊത്തുകൂടുന്ന ആ വലിയ സദസ്സിൽ, ഹല്ലേലൂയ, ദൈവദൂതന്മാർ നിരന്നു നിൽക്കുന്ന ആ സ്വർഗത്തിന്റെ സദസ്സിൽ ഞാൻ ഇങ്ങനെ പറയട്ടെ, ഞാൻ അങ്ങ് വിശ്വസിക്കുക, തേജസ്സിന്റെ കർത്താവ് ഈ ബാലന്റെയും അമ്മയുടെയും പേര് ഇപ്പോൾ മറച്ചു വെച്ചെങ്കിലും ആ വലിയ സദസ്സിൽ അവരെ പേര് വിളിക്കുമ്പോ, ഹല്ലേലൂയ, അവര് കയറി വരുന്ന ഒരു നിമിഷം നിങ്ങളുടെ മനസ്സിന്റെ അകത്ത് നിങ്ങൾക്കൊന്ന് കാണാനായിട്ട് ഇന്ന് രാത്രി കഴിയുമോ? ആ വലിയ സദസ്സിൽ ഇന്ന് മറഞ്ഞിരിക്കുന്ന ആ അമ്മയും മകനും, ഒരുപക്ഷെ ആ പിതാവും കരങ്ങൾ ചേർത്ത് പിടിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ വിശ്വസിക്കുക, എന്റെ പരിമിതിയിൽ നിന്ന് നിങ്ങൾ ആരും ഇത് കഴിഞ്ഞ് വിളിച്ച് അങ്ങനെയാണോ എന്ന് ചോദിക്കരുത്. എനിക്കറിഞ്ഞുകൂടാ, അവിടെ വരുമെങ്കിൽ അന്ന് നമുക്ക് കാണാം. ഒരു കാര്യം പറയട്ടെ, ഇങ്ങനെ ഞാൻ വിശ്വസിക്കുന്നു, അന്ന് സ്വർഗത്തിന്റെ സദസ്സിൽ ദൈവം, ആ നീതിയുള്ള ന്യായാധിപതി, ഈ 5 യവത്തപ്പവും 2 മീനും കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുത്ത ആ ബാലന്റെ പേരെന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ. ആ പേര് വിളിച്ചിട്ട് ആ അമ്മയും അപ്പനെയും വിളിച്ചിട്ട് വിശുദ്ധന്മാർ നിരന്നു നിൽക്കുന്ന എണ്ണിക്കൂടാത്ത മഹാപുരുഷാരത്തിന്റെ മുൻപിൽ, റോയൽ സദസ്സിൽ, സ്വർഗത്തിന്റെ ഹെവൻലി സദസ്സിലേക്ക് അവനെ വിളിച്ചു കയറ്റി ആദരിക്കുന്ന, ഹല്ലേലൂയ, ആ ഒരു ദിവസം എത്ര അനുഗ്രഹീതമായിരിക്കും. ഇന്ന് രാത്രി മറഞ്ഞിരുന്ന് ചിലത് ചെയ്യുന്ന അമ്മമാർ നമുക്കുണ്ടാവട്ടെ. കരിയിലക്കോഴിയുടെ കൂട്ടാവരുത്. അതിന്റെ പ്രത്യേകത എന്താ? കരിയിലക്കോഴി എന്താണെന്ന് പിള്ളേർക്ക് പിന്നെ പറഞ്ഞു കൊടുക്കണം. അവരിതൊന്നും കണ്ടിട്ടില്ല. അതൊരു മുട്ടയിട്ടാൽ ഞാൻ മുട്ടയിട്ടേ എന്ന് സകല മനുഷ്യനെ അറിയിക്കും. ഇന്ന് അങ്ങനെ അറിയിക്കാത്ത ഒത്തിരി പേരുള്ളതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. മറഞ്ഞിരിക്കുക. ഏലിയാവിന്റെ കാക്കയുടെ പേര് നമുക്ക് അറിഞ്ഞുകൂടാ,
പക്ഷെ ഏലിയാവിന്റെ ദൈവത്തെ നമുക്കറിയാം. ഈ 5 യവത്തപ്പവും 2 മീനും കൊടുത്ത ചെറുക്കനെ നമുക്ക് അറിഞ്ഞുകൂടാ. ഒരു ചെറുക്കൻ എ ലാഡ് എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഒരു പയ്യൻ, ലോകത്തിൽ നിസാരനായവൻ, അവനെ നമുക്ക് അറിഞ്ഞുകൂടാ. അവന്റെ അമ്മയുടെ പേരറിഞ്ഞുകൂടാ. പക്ഷെ ഞാൻ ഒന്ന് വിശ്വസിക്കുന്നു, സ്വർഗത്തിന്റെ സദസ്സിൽ കയറി നിൽക്കുമ്പോ എല്ലാവരുടെയും കണ്ണുകൾ അവരെയും കാണും. അന്ന് ദൈവമായ കർത്താവ് അവരുടെ പ്രതിഫലം കൊടുക്കും. സ്വാധീനം ചെലുത്തിയ അപ്പനെയും അമ്മയും ആ ബാലനു വേണ്ടി ആദരിക്കുന്ന ഒരു ദൈവം. എനിക്കിതൊക്കെ പറയുമ്പോൾ വലിയ ആവേശമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, വിനയത്തോടെ ചോദിക്കട്ടെ, സഹോദരി, നിന്നെ ആ സദസ്സിൽ ദൈവം വിളിക്കാൻ എന്തെങ്കിലും വകുപ്പുണ്ടോ? സഹോദര, നിന്റെ കുഞ്ഞുങ്ങളുടെ പേരിൽ നിന്നെ കർത്താവ് അവിടെ വിളിച്ചു കയറ്റാൻ വല്ല മാർഗവുമുണ്ടോ? ഒറ്റ വാക്ക്, പ്രതിഫലം കിട്ടുമോ എന്ന് ഇവിടെ വെച്ചറിയാം. കർത്താവിന് യോഗ്യമായി ജീവിക്കാതെ, സഭയിൽ പ്രശ്നം ഉണ്ടാക്കി, ദൈവത്തെ അനുസരിക്കാതെ, അങ്ങനെയും ഇങ്ങനെയൊക്കെ ജീവിച്ചിട്ട് പ്രതിഫലം കിട്ടുമെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നു there will be no consolation prize in heaven. സ്വർഗത്തിൽ പ്രോത്സാഹന സമ്മാനം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാര്യം കർത്താവിന് വേണ്ടി അധ്വാനിച്ച വലിയൊരു സദസ്സിലാണ് നമ്മൾ നിൽക്കാം. പൗലോസ് അപ്പോസ്തലൻ നിൽക്കുന്ന ആ സദസ്സിൽ, പത്രോസ് നിൽക്കാൻ പോകുന്ന ആ സദസ്സിൽ, ഞാൻ പറയട്ടെ, അനേക വിശുദ്ധന്മാർ പ്രതിഫലം വാങ്ങിക്കുവാൻ നിരന്നു നിൽക്കുവാൻ പോകുന്ന ആ സദസ്സിൽ, രക്തസാക്ഷികൾ, ജീവൻ കൊടുത്തവർ, അവർ നിൽക്കാൻ പോകുന്ന ആ സദസ്സിൽ, ഈ 5 യവത്തപ്പവും 2 ബാലനും ഈ 2 മീനും കൊടുത്ത ഈ ബാലൻ കയറി നിൽക്കുവാൻ പോകുന്ന ആ സദസ്സിൽ, അതേ സദസ്സിലേക്കാണ് സ്വർഗം താങ്കളെയും വിളിച്ചു കയറ്റുവാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇന്ന് രാത്രി ഒരു തീരുമാനം ഉണ്ടാകണം. കർത്താവേ, ഞാൻ വൈകിപ്പോയി, ഇനിയെങ്കിലും എനിക്കൊന്ന് സ്വാധീനം ചെലുത്താനിടയായി. ഇന്ന് രാത്രി ഒരു നിമിഷം നിങ്ങളുടെ കണ്ണുകളൊന്ന് അടയ്ക്കാമോ? നിയുക്തനായ ദൈവദാസൻ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കും, ശരിയാണ്. പക്ഷെ ഒരു വാക്ക്, നിങ്ങൾ ഇരിക്കുന്ന ഇരുപ്പിൽ ദൈവം നിങ്ങളെ കാണുന്നുണ്ട് എന്ന ബോധ്യത്തിൽ ഒരു നിമിഷം നിങ്ങളുടെ കണ്ണുകളൊന്ന് അടയ്ക്കാം. പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നുവെന്ന് പറയാൻ പറ്റുമോ? ദൈവം നിങ്ങളോട് ഇടപെട്ടിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ദൈവസന്നിധിയിൽ ഒരു സ്വാധീനത കൊടുക്കുവാൻ നമുക്കിടയായി. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഭൗതികമായത് മാത്രം കൊടുക്കരുത്, അവർ തെറ്റിപ്പോകും. അനേക കുഞ്ഞുങ്ങളെ പിശാച് കൊണ്ടുപോയി, തിരിച്ചു വരുവാൻ കഴിയാത്ത രീതിയിൽ കൊണ്ടുപോയി. ഇനിയും അത് സംഭവിക്കരുത്. ഹൃദയത്തിൽ ഞാൻ പറയട്ടെ, അവരൊരു നേരം പട്ടിണി കിടന്നാലും സാരമില്ല, അവർ ലോകത്തിലൊന്നും നേടിയില്ലേലും സാരമില്ല. പക്ഷേ ഒരു സമ്പന്നനായ ദൈവത്തെ ഹൃദയത്തിൽ കൊടുക്കുന്ന എത്ര അപ്പനും അമ്മയും ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്നുണ്ട്. ഇന്ന് രാത്രി മക്കളെ കർത്താവിന്റെ വേലയ്ക്ക് കൊടുക്കാൻ മനസ്സുള്ള എത്ര അമ്മയപ്പന്മാരുണ്ട്. ദൈവദാസന്മാരുടെ കുറ്റം പറയുന്ന ആരെങ്കിലും ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ വിനയത്തോടെ പറയട്ടെ, നീ പറയുന്നത് വലിയ ശിക്ഷാവിധി വലിച്ച് തലയെ കേട്ടുന്ന പരിപാടിയാ. ഇന്ന് രാത്രി അത് അവസാനിപ്പിച്ചോണം. ഇല്ലെങ്കിൽ നിന്റെ കുഞ്ഞത് ഏറ്റുപാടും. അവന്റെ വായിൽ സ്തുതികൾ വരട്ടെ, അവന്റെ വായിൽ ദൈവത്തിന്റെ സ്തോത്രം വരട്ടെ, അവന്റെ വായിൽ അവന്റെ വലിയമ്മയും അമ്മയും പറയുന്ന, മാതാപിതാക്കന്മാർ പറയുന്ന നിർവ്യാജ വിശ്വാസത്തെ അവൻ ഉദ്ഘോഷിക്കട്ടെ. ഇന്ന് രാത്രി എത്ര പേർക്കൊന്ന് സമർപ്പിക്കാനായിട്ട് സാധിക്കും? ഇന്ന് രാത്രി കർത്താവിന്റെ സന്നിധിയിലേക്ക് വരാം, ഒരു തീരുമാനമെടുക്കാം. കർത്താവെ, എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ആരെയും അവിടുന്ന് ഉപയോഗിക്കുവാൻ മനസ്സുള്ളവനാണ് ദൈവം. നമ്മളെ ധാരാളം സഹായിക്കട്ടെ. നമുക്ക് കണ്ണുകൾ തുറക്കാം. എല്ലാ പ്രിയപ്പെട്ടവരോടും ദൈവനാമത്തിലുള്ള ഹൃദയപൂർവമായ നന്ദി ഞാൻ അറിയിക്കുന്നു. അതേപോലെ പ്രിയ ബിൽശാനോട്, ദൈവദാസന്മാരോട്, എന്റെ സഹശുശ്രൂഷകന്മാരോട്, ദൈവജനത്തോട്, ലോകത്തിന്റെ അനേക ഭാഗങ്ങളിൽ നിന്ന് പല പ്രിയപ്പെട്ടവർ ഇന്ന് രാത്രി കയറിയിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങൾ എല്ലാവരോടും ദൈവനാമത്തിൽ നന്ദി അറിയിച്ചുകൊണ്ട് എല്ലാ മഹത്വവും കർത്താവിന്റെ പൊന്നുപാദത്തിൽ അർപ്പിക്കുന്നു. തിരുനാമം മാത്രം ഇന്നും എന്നേക്കും മഹത്വപ്പെടട്ടെ. ആമേൻ. താങ്ക് യു.